അപ്പോൾ വിഷമിപ്പിച്ചപ്പോൾ എന്തുണ്ടായി എന്ന് വിചാരിച്ചാൽ അവൻ അങ്ങനെ ഇത് വാങ്ങിച്ചിട്ട് പിന്നെ ഞാനൊന്നും കേട്ടില്ല. പിന്നെ അവർ തമ്മിലാണ് ഡോക്ടറും മറ്റേ മകനും, അതായത് രഘുരാജും കൂട്ടാണ് സംസാരിച്ചത്. അപ്പോൾ എന്താ രഘുരാജിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറച്ചിൽ കേട്ടപ്പോൾ മാനസികമായിട്ട് വിഷമം വന്നിട്ടാണ് അവർ തമ്മിൽ സംസാരിച്ചത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ, അറിയില്ല, ഞാൻ കേട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ അത് പോസ്റ്റ് ഇട്ടപ്പോൾ അത് പലരും എന്നെ വിളിച്ചില്ല, ഇങ്ങനെ രഘു ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയാൻ സാധിച്ചു. അറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ അങ്ങനെയൊക്കെ എഴുതണത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വേഗം അത് പിൻവലിക്കുകയും ചെയ്തു, ഈ ന്യൂസ് കൊടുത്തുള്ളത് പിൻവലിക്കുകയും ചെയ്തു. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തൊട്ടതെല്ലാം വിവാദമാകുന്ന തൃശൂരിലെ പ്രചാരണ പോരിന് കാരണം സുരേഷ് ഗോപിയുടെ വരവോ? തൃശൂരിലെ ഓരോ വിവാദവും സുരേഷ് ഗോപിയെ ചുറ്റിപ്പറ്റിയാകുമ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്. ഒടുവിൽ കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ സുരേഷ് ഗോപി പത്മഭൂഷൺ വാഗ്ദാനം ചെയ്തെന്ന പ്രചാരണത്തിൽ പോലും കള്ളപ്രചാരണം ചെന്നെത്തി. ഇന്ന് കലാമണ്ഡലം ഗോപി തന്നെ അങ്ങനെയൊന്നില്ലെന്ന് പറഞ്ഞതോടെ കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞു. സുരേഷ് ഗോപിയെ ഗെറ്റ് ഔട്ട് അടിക്കാത്തത് കരുണാകര കുടുംബത്തിന്റെ പാരമ്പര്യം കൊണ്ടാണെന്ന് മുരളീധരൻ. തൃശൂരിൽ ചെമ്പല്ല തങ്കമാണ് താനെന്ന് സുരേഷ് ഗോപിയെ ഉന്നം വെച്ച് VS സുനിൽകുമാർ. വാക്കുകളിൽ തീ പടരുമ്പോൾ തൃശൂരിലെ ഒറിജിനൽ തങ്കമാരാണ്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഫക്രുദ്ദീൻ അലി, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ N ശ്രീകുമാർ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ N ശ്രീകുമാർ, തൃശൂരിലെ പ്രചാരണ പോരിൽ ഇത്തവണ സുരേഷ് ഗോപിയുടെ സാന്നിധ്യമല്ലേ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്? സുരേഷ് ഗോപി പള്ളിക്ക് നൽകിയത് ചെമ്പിൽ പൊതിഞ്ഞ ഉപഹാരമാണ് എന്ന രീതിയിലുള്ള വിവാദങ്ങൾ വന്നു. അതിലെ പരിശോധനകൾ വന്നു, കിരീടത്തെക്കുറിച്ചുള്ള പരിശോധനകൾ വന്നു. ഏറ്റവും ഒടുവിൽ കലാമണ്ഡലം ഗോപി ആശാനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ. അതിലേക്ക് വരുമ്പോൾ ഈ കലാമണ്ഡലം ഗോപി ആശാൻ തന്നെ ഇന്ന് കാര്യങ്ങൾ വ്യക്തമാക്കി. അങ്ങനെ ഈ സുരേഷ് ഗോപി തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചൊന്നുമില്ല. ഒരു ഡോക്ടർ വിവരക്കേടിന് എന്തൊക്കെയോ ഗോപി ആശാനെ വിളിച്ചു പറഞ്ഞു, സുരേഷ് ഗോപി അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുന്നു. അതിന് എന്താണ് പത്മഭൂഷൺ താങ്കൾക്ക് വേണ്ടേ എന്ന ചോദ്യം ഉന്നയിക്കുന്നു. ഇതൊക്കെ കലാമണ്ഡലം ഗോപി ആശാനും മനസ്സിലാക്കിയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം സുരേഷ് ഗോപിയെ വാഴ്ത്തിക്കൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കൊന്നും അറിയില്ല, അത് വർഷങ്ങൾ നീണ്ട ആത്മബന്ധമാണ് എന്നാണ് സുരേഷ് ഗോപിയെ പറ്റി ഗോപി ആശാൻ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ അതെല്ലാം പൊള്ളയും മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്ന് തെളിയുകയാണല്ലോ. അപ്പോൾ എന്താണ് തൃശ്ശൂരിൽ നടക്കുന്നത്? ഈ വിദ്വേഷ പ്രചാരണങ്ങൾ പോലെയാകുന്നു ഈ വ്യക്തികളെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കുന്ന രീതിയിലുള്ള ഈ ആക്ഷേപശരങ്ങൾ. നോക്കൂ മഞ്ജുഷേ, തൃശ്ശൂരിൽ നിങ്ങൾ പറയുന്ന പോലെ വിവാദം ഉണ്ടാകുന്നത് സുരേഷ് ഗോപിയെ ചുറ്റിപ്പറ്റി മാത്രമാണെന്ന് വ്യക്തമായല്ലോ. അപ്പോൾ അതെന്താവാൻ കാരണം? ഇവിടെ രണ്ട് മുന്നണികൾ മത്സരിക്കുമ്പോൾ അവർക്ക് പറയാൻ രാഷ്ട്രീയമുണ്ട്, അവർക്ക് അവരുടേതായ അജണ്ടയുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. നേരെ മറിച്ച് BJP എന്ന രാഷ്ട്രീയ കക്ഷി, ആ കക്ഷിയുടെ പ്രതിനിധിയായിട്ട് ശ്രീ സുരേഷ് ഗോപി അവതരിപ്പിക്കുന്നതിൽ ആ പാർട്ടി പരാജയപ്പെടുന്നു. ഇവിടെ സുരേഷ് ഗോപി ആദ്യമേ തന്നെ മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഡൽഹിയിൽ അമിത്ഷായും നരേന്ദ്രമോദിയുമാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുക എന്നതായിരുന്നു. അതിനുശേഷം അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വന്നു. സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും സുരേഷ് ഗോപി തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് വ്യക്തമായി. സുരേഷ് ഗോപി നല്ല സിനിമാ നടനാണ്, അദ്ദേഹത്തെ ഒരുപാട് പേര് ആരാധിക്കുന്നുണ്ട്. പക്ഷേ BJP സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം വരുമ്പോൾ രാഷ്ട്രീയമായിട്ട് അതിനെ നേരിടും, തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ സുരേഷ് ഗോപി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ആ കാര്യങ്ങളിൽ രാഷ്ട്രീയമുണ്ടെങ്കിൽ അത് പൊതുസമൂഹം ചർച്ച ചെയ്യും, അതിൽ തെറ്റൊന്നുമില്ല. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നവരോട് ആർക്കും യോജിക്കുന്നില്ല, ഞാനും യോജിക്കുന്നില്ല, അതാരും യോജിക്കാൻ സാധ്യതയുമില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ ചില സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ തുറന്നു കാണിക്കുകയല്ല, സമൂഹ മാധ്യമങ്ങളിൽ വരികയും അത് ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ലൂർദ് പള്ളിയിൽ നടത്തിയ ഒരു വഴിപാട്, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വഴിപാടാണ്, സംശയമില്ല. പക്ഷേ അത് ഒരു പള്ളിയിലേക്ക് കൊടുക്കുമ്പോൾ അതിൽ എത്ര സ്വർണ്ണമുണ്ടെന്നുള്ളത് ആ പള്ളിയുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം.
അത് എത്രയാണെന്ന് അവിടുത്തെ കൗൺസിലറാണ് ചോദിച്ചത്. അല്ലെങ്കിൽ അത് സാധാരണ എല്ലാ പള്ളിയിലും ചെയ്യാറുള്ളതാണ്. അതൊരു വിവാദമായതൊന്നുമല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ വിവാദമാക്കിയതാണെന്ന് തെളിഞ്ഞുവല്ലോ. കോൺഗ്രസ് ബന്ധമുള്ള കൗൺസിലർ വിവാദമാക്കി ഈ സംഭവത്തെ എന്നുള്ള കാര്യം തെളിഞ്ഞതാണല്ലോ പിന്നീട് അങ്ങോട്ട്. അല്ലെങ്കിൽ എവിടെ പോയി ആ വിവാദം? എവിടെ പോയി? ചെമ്പാണോ തങ്കമാണോ എന്ന് പിന്നീട് ഉരച്ചു നോക്കിയോ ആരെങ്കിലും? അല്ല, അങ്ങനെയല്ലത്. അത് വിവാദം അത് അങ്ങനെയല്ലത്. അതായത് കോൺഗ്രസ് കൗൺസിലറാണ് ചോദിച്ചതെന്നുള്ള ശരിയാണ്. അവരെ ഇടവകയിലെ ആ പള്ളിയിൽ ഇങ്ങനെ സാധാരണഗതിയിൽ ഏത് ക്ഷേത്രത്തിലാണെങ്കിലും ആരാധനാലയങ്ങളിലാണെങ്കിലും അവിടെ ലഭിക്കുന്ന വഴിപാടിൻ്റെ തൂക്കവും എണ്ണവും ഒക്കെ രേഖപ്പെടുത്തണം. അത് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇടവക പള്ളിയിൽ അത് രേഖപ്പെടുത്തണം. അങ്ങനെ രേഖപ്പെടുത്തേണ്ട അവസ്ഥ വരുമ്പോൾ അതിൽ കൃത്യത വേണം. അപ്പോൾ സംശയങ്ങൾ ഉയർന്നപ്പോഴാണ് കൗൺസിലർ അത് ചോദിച്ചത്. അത് സംബന്ധിച്ച പള്ളിയെ വ്യക്തമാക്കി കൊടുക്കും. അപ്പം നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ ഒരു സ്ഥാനാർത്ഥി കൊടുത്ത വഴിപാടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിതിൽ കാണുന്ന വേറെ രാഷ്ട്രീയമുണ്ട്. അല്ല, ഇതിൽ കലാമണ്ഡലം ഗോപിയാശാനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദത്തിലും വ്യക്തമായ രാഷ്ട്രീയം കടന്നു വന്നിട്ടില്ലേ ശ്രീ എൻ ശ്രീകുമാർ? ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ താങ്കൾക്കത് വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ? ഇങ്ങനെയൊരു സംഭവമേ അവിടെ ഇല്ലായിരുന്നു. സുരേഷ് ഗോപിക്ക് അതിലൊരു പങ്കാളിത്തവും ഇല്ല എന്ന് ഗോപിയാശൻ പറഞ്ഞതോടുകൂടി കാര്യങ്ങൾ വ്യക്തമായി. അത് മാത്രമല്ല, ഈ പത്മഭൂഷൺ കിട്ടുന്നതിന് വേണ്ടി സുരേഷ് ഗോപിയെ ഒന്ന് കാണണം, അദ്ദേഹത്തെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞെന്നാണല്ലോ അദ്ദേഹത്തിന്റെ മകൻ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ആ ഗോപിയല്ല ഈ ഗോപി എന്ന് പറഞ്ഞത് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. സുരേഷ് ഗോപിക്കെതിരെ ആക്ഷേപ ശരങ്ങളാണ് വന്നത്, ഇടത് ഹാൻഡിലുകളിൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ വാസ്തവം എന്താണെന്ന് വെച്ചാൽ ഗോപിയാശൻ പറയുന്നത് നമുക്ക് എന്തായാലും വിശ്വസിക്കേണ്ടി വരുമല്ലോ. ഈ സുരേഷ് ഗോപിയോട് അങ്ങനെ ഒരു കാര്യമേ, അങ്ങനെ ഒരു പ്രശ്നമേ അദ്ദേഹത്തിനില്ല. ഇങ്ങനെയുള്ള ഒരു സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ആളാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അങ്ങനെ ഒരു എതിരഭിപ്രായമേ ഇല്ല. അത് മാത്രമല്ല, അതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ പറയുകയാണ്, ആശാൻ തന്നെ പറയുകയാണ്, ഒരിക്കൽ പാറമേക്കാവിൽ നിന്ന് മടങ്ങുന്ന സമയത്ത്, ഒരുമിച്ച് മടങ്ങുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഈ പത്മ അവാർഡിനെ കുറിച്ച് പോലും ഒരു പരാമർശമുണ്ടായി. അവിടെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഈ പത്മ അവാർഡിനെ കുറിച്ച്. ആ ബൈറ്റ് ഒന്ന് കേട്ട് നോക്കാം, അതാണെങ്കിൽ കൂടുതൽ വ്യക്തമാകുമല്ലോ. ആശാൻ പറഞ്ഞ ആ ബൈറ്റ് അതൊന്ന് കേൾപ്പിക്കാം ഇപ്പോൾ. നമ്മുടെ പാറമേക്കാവിൻ്റെ കോളേജിൽ രണ്ടുപേരും ഒരു ഫംഗ്ഷന് രണ്ടുപേരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ, രണ്ടാളും ഒന്നിച്ച് പോരുമ്പോൾ ഞാൻ അന്ന് ഈ സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ ചോദിച്ചു, അങ്ങ് ഏതായാലും എനിക്ക് വേണ്ടിയിട്ടൊരു ഉപകാരം ചെയ്യുമോ, പത്മ അവാർഡ് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുമോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചത് ശരിയാ, ഞാൻ നേരിട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു, ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല, അതിന് മറ്റു പലരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ, ഞാൻ എന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും കാര്യമില്ല, നടക്കില്ല എന്ന് അന്യോന്യം പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. പിന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുമില്ല, അങ്ങനെ ഇതിനെ ഇനി ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുമില്ല കേട്ടോ. ശരി, ശ്രീ ശ്രീജിത് പണിക്കർ, ഇതാണ് പത്മ അവാർഡ് വിവാദം. ഇത്രയേ ഉള്ളൂ. ആശാൻ തന്നെ അത് വ്യക്തമാക്കി കഴിഞ്ഞു. അല്ലാതെ സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ചാൽ പത്മ അവാർഡ് കിട്ടുമെന്നൊന്നുമല്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യം പറഞ്ഞത് അവസാനം എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞും വഴങ്ങിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളും സ്വാധീനങ്ങളും ഭീഷണികളും നടത്തുകയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്നാണ്. ശ്രീ മഞ്ജുഷ്, ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഇവിടെ പല വിഷയങ്ങളും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. സുരേഷ് ഗോപിക്ക് നേരെ രാഷ്ട്രീയമായിട്ട് ഉന്നയിക്കുന്ന പല വിഷയങ്ങളും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നേരത്തെ ശ്രീകുമാർ തന്നെ ഇവിടെ പറയുന്നത് കേട്ടു. അദ്ദേഹം ഒരു വിശ്വാസിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആണെങ്കിലും അല്ലെങ്കിലും നമ്മളൊരു ക്ഷേത്രത്തിലേക്ക്, നമ്മളൊരു പള്ളിയിലേക്ക് നമ്മളൊരു കാണിക്ക സമർപ്പിക്കുന്ന സമയത്ത് അത് ആ സമർപ്പിക്കുന്നയാളും അത് എവിടെയാണോ സമർപ്പിക്കുന്നത് ആ ആളും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അത് മൂന്നാമതൊരാളിനോട് വിശദീകരിക്കേണ്ടുന്ന രീതിയിലുള്ള ഒരു ബന്ധമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ക്ലെയിം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്ര പവൻ്റെ സ്വർണ്ണമുള്ള ഒരു വിഗ്രഹമാണ് അല്ലെങ്കിൽ ഒരു കിരീടമാണ് ഇവിടെ സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ആണോ അല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ ഇതിൽ ഒരു പൊതു താല്പര്യമില്ല. ഏതോ ഒരു കൗൺസിലർ എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ തന്നെ മുൻ MLA കൂടിയായിരുന്നു ശ്രീ അനിൽ അക്കരയെ പോലുള്ള ആൾക്കാരുടെ പ്രതികരണങ്ങളുണ്ടായിട്ടുണ്ട്. നിരവധി കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരാൾ, ഒരു വിശ്വാസി, ഒരു ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിലേക്ക്, ഒരു പള്ളിയിലേക്ക് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നേർച്ച വെച്ച് കഴിഞ്ഞാൽ ആ നേർച്ചയിൽ എത്ര പൊന്നുണ്ട് എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം നമ്മുടെ നാട്ടിലൊരു രാഷ്ട്രീയക്കാർ എന്നാണ് ഇതിനു മുമ്പ് കാണിച്ചിരിക്കുന്നത്? ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഇതിൽ കൃത്യത വേണം, അതിൽ സംശയമുണർന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്താ ഇത് ലൂർദ് മാതാവിന് സമർപ്പിക്കപ്പെടുന്ന ആദ്യത്തെ ഒരു നേർച്ചയാണോ? അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ
ആദ്യമായിട്ട് സമർപ്പിക്കപ്പെടുന്ന ഒരു കാണിക്കയാണോ? ഈ കാണിക്കയെല്ലാം തന്നെ മുമ്പ് പരിശോധിച്ചിരുന്നത് അനിൽ അക്കരയെ പോലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങ് തന്നെ പറഞ്ഞിരിക്കുന്ന ഈ കൗൺസിലറോ ഒക്കെയാണോ? ഈ കൗൺസിലർക്കൊക്കെ ഇതിലെന്താണ് കാര്യം? അപ്പോൾ ഇതൊക്കെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയത്തിനെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിഷയമായിട്ട് പറയുകയും അതിന് പിന്നിലുള്ള ഒരു കാര്യം അവിടെ ഉപയോഗിക്കാനായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു മതപ്രീണനം ഇവിടെ നടക്കുന്നു എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെറും രാഷ്ട്രീയമാണ്, അടവാണ് എന്നുള്ളത് താങ്കൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവാദം. ആ ഗോപിയല്ല ഈ ഗോപി എന്ന് പറയുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ലക്ഷ്യം ആ ഒരു പ്രസ്താവനയുടെ പിന്നിലുണ്ട് എന്നുള്ളത് ന്യായമായിട്ടുള്ള ഒരു സംശയമാണ്. അതല്ല എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോകത്ത് തലയ്ക്ക് വെളിവുള്ള ഏതെങ്കിലും ഒരാൾ വിശ്വസിക്കുമോ സുരേഷ് ഗോപിയെ തെരഞ്ഞെടുപ്പിൽ ആശീർവദിച്ചാൽ അയാൾക്ക് പത്മഭൂഷൺ നൽകും? അങ്ങനെയാണെങ്കിൽ അവിടെ ഗോപി ആശാൻ മാത്രമേ ഉള്ളൂ. ഗോപി ആശാൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോലുമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പ്രമുഖരായിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്, കലാകാരന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ ആൾക്കാരെല്ലാവരും തന്നെ അല്ലെങ്കിൽ തൃശ്ശൂർ പരിസരത്തോ ഒക്കെയുള്ള ആൾക്കാരെല്ലാവരും ചേർന്ന് സുരേഷ് ഗോപിയെ അങ്ങ് ആശീർവദിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എത്ര പത്മഭൂഷൺ അടുത്ത തവണ കൊടുക്കേണ്ടി വരും? അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ ഫേക്കായിട്ടുള്ള ആരോപണങ്ങളാണെന്നുള്ളത് കേട്ടാൽ അറിയാം. പിന്നെ അതിനപ്പുറത്തേക്ക് നോക്കൂ, നമ്മൾ പത്മഭൂഷൺ അവാർഡ് കൊടുത്തിട്ട് ഒരാളിനെ നമ്മൾ ഈ പണ്ടത്തെ രീതിയൊക്കെ മാറി എന്നുള്ളത് താങ്കൾക്കറിയാം. ഇപ്പോൾ തന്നെ പറയുന്നത് പീപ്പിൾസ് പത്മ എന്നാണ്. അപ്പോൾ പത്മഭൂഷൺ പോലെയുള്ള അവാർഡുകളൊക്കെ തന്നെ ഇങ്ങനെ ആശീർവാദത്തിൻ്റെ പേരിൽ കൊടുക്കുകയാണെങ്കിൽ BJPയുടെ ഒരേ ഒരു സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണോ? അതോ കേരളത്തിൽ മാത്രമാണോ, തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ എന്ത് പ്ലോട്ടാണ് അവിടെ ചമയ്ക്കപ്പെട്ടത് ശ്രീജിത്ത് പണിക്കർ സുരേഷ് ഗോപിക്കെതിരെ? എന്ത് തരം പ്ലോട്ടാണ് ചമയ്ക്കപ്പെട്ടത്? ഇപ്പോൾ ഗോപി ആശാൻ അറിഞ്ഞുകൊണ്ടുണ്ടായ ഒരു സംഭവമല്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം നിർദോഷമായി പറയുകയാണ് അദ്ദേഹത്തിന്റെ മകന് ഒരു വിഷമം തോന്നി, കാരണം ഈ ഡോക്ടർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞതുകൊണ്ട്. സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണം, അദ്ദേഹം അങ്ങോട്ട് വരുന്നുണ്ട്, പത്മഭൂഷണമൊക്കെ കിട്ടേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഈ ഗോപി ആശാന്റെ മകൻ അത് ദേഷ്യം വന്നു. അപ്പോൾ ഗോപി ആശാന്റെ മകൻ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ആ ഗോപി അല്ല ഈ ഗോപി എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. പിന്നെ ഇക്കാര്യം അറിഞ്ഞതോടുകൂടി ആശാൻ പറഞ്ഞു അത് വേണ്ടായിരുന്നു, അങ്ങനെ പോസ്റ്റ് ഇടണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പോസ്റ്റ് പിൻവലിച്ചുവെന്ന്. പക്ഷേ അങ്ങനെ നിർദോഷമായി പറഞ്ഞു പോകേണ്ട ഒന്നാണോ? ആ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എത്രമാത്രം പ്രചാരണം ആ ഫേസ്ബുക്ക് പോസ്റ്റിന് കിട്ടി. ഇന്ന് അതിനേക്കാൾ അപ്പുറം ഇന്ന് VT ബൽറാം, മുൻ MLA, കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ്, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ വായിച്ചുവല്ലോ. അവിടെ രണ്ട് വിവാദം ഒരേ ദിവസം വന്നിരുന്നു. ഒന്ന്, ഇത് ഗോപി ആശാനും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഈ ഒരു തർക്കം. രണ്ടാമത്തേത് അവിടുത്തെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ടൊവിനോ തോമസിനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ പങ്കുവെക്കുകയും ടൊവിനോ തോമസ് അത് ശരിയായില്ല, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞതും, തുടർന്ന് സുനിൽകുമാർ അതെടുത്ത് മാറ്റിയതും. അപ്പോൾ ഈ രണ്ടുപേരെയും, ടൊവിനോ തോമസിനെയും ഗോപി ആശാനെയും ഒരുപോലെ കണ്ടുകൊണ്ട് ബൽറാം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്ന് ബൽറാം പറയുകയാണ് ഞാൻ അതിൽ നിന്ന് ഗോപി ആശാനെ ഒഴിവാക്കി ടൊവിനോയെ മാത്രം ഞാൻ അതിൽ ഉൾപ്പെടുത്തുകയാണ് എന്ന്. അപ്പോൾ രാഷ്ട്രീയം അവിടെ കളിച്ചു. അപ്പോൾ അത് ഫലം കാണാതെ വന്നിട്ട് കൂടി ഇപ്പോൾ ഗോപി ആശാനായി കുറ്റക്കാരൻ. അല്ല, നോക്കൂ, ഇവിടെ ഒരു വിഷയമുണ്ട്. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നമ്മൾ നോക്കുന്ന സമയത്ത് ഗോപി ആശാൻ എന്ന് പറയുന്ന ഒരു കാരണമുണ്ട്. അതായത് സുരേഷ് ഗോപി തൻ്റെ മകൻ്റെ ഈ ഒരു പ്രസ്താവന, മാധ്യമങ്ങൾ അതിനെപ്പറ്റി അദ്ദേഹത്തിനോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു പ്രതികരണത്തിനെ പറ്റി പറയുന്നുണ്ട്. എന്താണ് ആ പ്രതികരണം? അതായത് ഗോപി ആശാനെ കാണാനായിട്ട് താൻ ശ്രമിക്കുമെന്നും അദ്ദേഹത്തിന് ഒരു വസ്ത്രം, ഒരു മുണ്ട് മറ്റോ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുമെന്നും തന്നെ കാണുന്നതിന് വേണ്ടിയിട്ടോ താൻ സമർപ്പിക്കുന്ന ഉപഹാരം സ്വീകരിക്കുന്നതിനോ അദ്ദേഹം തയ്യാറായിട്ടില്ല എങ്കിൽ അത് പകരം ഗുരുവായൂരപ്പന് സമർപ്പിക്കും എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ആ പ്രസ്താവന തനിക്ക് വളരെയധികം ദുഃഖമുണ്ടാക്കി. കാരണം ശ്രീ സുരേഷ് ഗോപിക്ക് തന്നോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു വിവാദമുണ്ടാകുന്ന സമയത്ത് ശരിക്കും എന്താണ് കാര്യം, അങ്ങനെ ഗോപി ആശാൻ തന്നെ കാണണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന തന്നെ നിരാശപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആരോ ഒരാൾ, ഏതോ ഒരു ഡോക്ടർ, ആ ഡോക്ടർ ആരാണെന്ന് പോലും അദ്ദേഹം ഓർത്തെടുക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ഞാൻ ഡോക്ടേഴ്സായിട്ടുള്ള എല്ലാവരെയും ഡോക്ടർ എന്നാണ് പറയുന്നത്, എല്ലാവരുടെയും പേര് എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഏതോ ഒരു ഡോക്ടർ വിളിച്ചതിന് ശേഷം പത്മഭൂഷൺ നൽകാം, സുരേഷ് ഗോപിയെ ആശീർവദിക്കണം എന്ന് പറഞ്ഞാൽ ഇതേ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഈ ഗോപി ആശാനോ അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകനോ സുരേഷ് ഗോപിയെയും ബന്ധപ്പെടാമല്ലോ, ശരിയല്ലേ? അത് വൺ വേ ഡയറക്ഷൻ അല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിളിച്ചു ചോദിച്ചതിന് ശേഷം നിങ്ങളിങ്ങനെ ആശീർവദിക്കുകയാണെങ്കിൽ പത്മഭൂഷൺ നൽകാമെന്നൊരു ഓഫറും കൊണ്ട് എന്തിനാണ് ഒരാളിനെ വിട്ടിരിക്കുന്നത് എന്ന് ഇവർക്ക് അങ്ങോട്ടും ചോദിക്കാം. അപ്പോൾ അതിനവർ ചോദിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. പിന്നീട് ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളിലൊക്കെ കണ്ടത് എന്താണ്, അത് വളരെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടു. അപ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു, പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. എന്തിനാണ് ഒരു പോസ്റ്റ് നമ്മൾ പബ്ലിക് പോസ്റ്റായിട്ട് ഫേസ്ബുക്കിൽ ഇടുന്നത്? അത് ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ നിലപാടാണ്.
അപ്പോൾ അങ്ങനെയുള്ള ഒരു പോസ്റ്റ് ഇടുകയും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും പിന്നീട് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ പറയുന്ന വിഷയം എന്താണോ ആ വിഷയത്തിൽ നമുക്ക് കൺവിക്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണ സമയത്ത് താങ്കൾ ചോദിച്ച പോലെ എന്താണ് ഇതിലെ ഒരു പ്ലോട്ട് എന്ന് ചോദിച്ചാൽ, സുരേഷ് ഗോപി വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ അവരെ സ്വാധീനിച്ചതിന് ശേഷം അവർക്ക് സ്ഥാനമാനങ്ങളോ പദവികളോ നൽകാം എന്ന് ഓഫർ ചെയ്തുകൊണ്ട് അവർ തൻ്റെ പക്ഷത്താണ് എന്ന് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന നിലയ്ക്കാണ് ഇതൊരു രാഷ്ട്രീയ ആരോപണമാകുന്നത്. VS സുനിൽകുമാറുമായി ബന്ധപ്പെട്ട സംഭവം അങ്ങനെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നടനെ കാണുകയും അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നീട് ശ്രീ സുനിൽകുമാർ മാത്രമല്ല ഈ CPM-ന്റെ തന്നെ ഇന്ന് MLA-മാരായി നിൽക്കുന്ന പല ആൾക്കാരും ഇത് വിജയാശംസകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ ഈ നടൻ കേട്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വലിയ ആരാധക വൃന്ദം ഉണ്ടാകും. അതിലുള്ള കുറെ ആൾക്കാർ ഈ മണ്ഡലത്തിലും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ആ മണ്ഡലത്തിലുള്ള ആൾക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമാ താരത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനോട് താല്പര്യമുള്ള ആളാണ് എൻ്റെ സൂപ്പർ ഹീറോ എന്ന് തോന്നുന്ന സമയത്ത് ഇവരുടെ വോട്ട് അവിടേക്ക് കിട്ടും എന്ന രീതിയിലുള്ള ഒരു പെറ്റി സൈക്കോളജിയാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇതേ സൈക്കോളജി ഒന്നുകിൽ സ്വന്തമായിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നു. അതാണ് ഈ ടൊവിനോ തോമസിന്റെ കേസിൽ നടന്നത്. നേരെ മറിച്ച് ഇതേ അഡ്വാൻറ്റേജ് മറ്റൊരാൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നൊരു ആരോപണവും ഉന്നയിക്കാം. അതാണ് സുരേഷ് ഗോപിയുടെ വിഷയത്തിൽ നടന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇതിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യൂ, അല്ലാതെ വെറുതെ ഈ ലൂർദ് മാതാവിന് കൊടുത്തിരിക്കുന്ന പിന്നെ ഇതിൽ എത്രയാണ് സ്വർണം എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊരട്ടിമുത്തയ്ക്ക് വാഴക്കൊല കൊടുത്തിരിക്കുന്ന ആൾക്കാരല്ലേ, നേർച്ചക്കൊല കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ എത്ര പഴമുണ്ട് എന്ന് ആരെങ്കിലും എണ്ണി നോക്കുന്നുണ്ടോ? ഇവിടെ ശ്രീകുമാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ശ്രീകുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് സുരേഷ് ഗോപിയെ ചുറ്റിപ്പറ്റിയാണ് ഈ വിവാദങ്ങളൊക്കെ കൂടുതലായിട്ടും വരുന്നത്. കൂടുതലൊന്നല്ല, ഇപ്പോൾ സുനിൽകുമാർ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മുരളീധരൻ വന്ന സമയത്തുള്ള ഈ വിവാദങ്ങളുമൊക്കെ. പക്ഷെ അതിനപ്പുറം സുരേഷ് ഗോപി തൊട്ടതെല്ലാം വിവാദമാവുകയാണ്. അത് രാഷ്ട്രീയമായിട്ട് സുരേഷ് ഗോപിയെ അവതരിപ്പിക്കുന്നതിൽ BJP പരാജയപ്പെട്ടു. അതാണ് ശ്രീകുമാർ രാഷ്ട്രീയമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുള്ള മറുപടി അല്ല, അത് ഇതിൽ ഏത് വിഷയമാണ് രാഷ്ട്രീയം എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ പാർട്ടി ഒരുപക്ഷെ ന്യായീകരിച്ച് എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായം പറയേണ്ടുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ പോലുമില്ല. സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്ന എല്ലാ വിവാദങ്ങളും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. സുരേഷ് ഗോപി അത് ചെയ്തു, സുരേഷ് ഗോപി ഇത് ചെയ്തു, അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു, അദ്ദേഹം അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാതെ ഇതിലൊന്നും തന്നെ രാഷ്ട്രീയമില്ല. ഇപ്പോൾ BJPയുടെ ഏതെങ്കിലും ഒരു നയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവന അത് വിവാദമാവുകയാണെങ്കിൽ അതിനെ ചർച്ചയാക്കാം. അതല്ലാതെ അദ്ദേഹം BJPയുടേതായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പോൾ CPM-ന്റെ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ വിമർശിക്കാനായിട്ട് ശ്രമിച്ചു, ശരി, അത് വിവാദമാക്കാം, അത് ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ അദ്ദേഹം പോകുന്നത്, വരുന്നത്, പറയുന്നത്, എടുക്കുന്നത്, തൊടുന്നത് ഇതെല്ലാം തന്നെ വിവാദമാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി അല്ല വരുന്നത്. നേരെ മറിച്ച് മറ്റാർക്കോ ഉള്ള ഒരു ഭയമാണ്. അതായത് നിങ്ങൾ എന്തിനാണ് ഈ കേരളത്തിൽ 0 സീറ്റ് നിയമസഭയിലുള്ള 0 സീറ്റ് ലോക്സഭയിലുള്ള ഒരു പാർട്ടിയെ ഇത്രത്തോളം ഭയക്കേണ്ടുന്ന സാഹചര്യം എന്താണ്? ഞാൻ ചോദിക്കുന്നത്, സുരേഷ് ഗോപി ചെയ്യുന്നത് പോലെയുള്ള എത്രയോ കാര്യങ്ങൾ മറ്റേതെല്ലാം മണ്ഡലത്തിൽ ആൾക്കാർ ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ കുറച്ച് നാൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നതാണ്, കൊരട്ടിമുത്തയ്ക്ക് നേർച്ചക്കൊല കൊടുക്കുന്നു. കൊരട്ടിമുത്തയ്ക്ക് നേർച്ചക്കൊല കൊടുക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, അതിലൊരുപക്ഷെ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട് ചുവരെഴുത്തും പോസ്റ്റർ എഴുത്തും ഒക്കെ നടത്തിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ കൊല നല്ലതാണോ, ഈ കൊലയ്ക്ക് എത്ര തൂക്കമുണ്ട്, അതിലെത്ര പഴമുണ്ട്, എത്ര നല്ലത്, എത്ര ചീത്ത, ഇതൊക്കെ തന്നെ അക്കൗണ്ടബിലിറ്റി കണക്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും കൗൺസിലർ ഇവിടെ പോയിരുന്നോ? അതൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള നടാടെയുള്ള കുറേയധികം രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ വ്യക്തിപരമായിട്ടുള്ള വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് നെറികെട്ട രാഷ്ട്രീയമാണ്. ഇപ്പോൾ ശ്രീ ഫക്രുദ്ദീൻ അലി കൂടി ചേരുകയാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ കലാമണ്ഡലം ഗോപി ആശാൻ ഇന്ന് കാര്യങ്ങൾ വ്യക്തമാക്കിയതോടുകൂടി എന്താണ് തൃശ്ശൂരിൽ സംഭവിച്ചത് ഈ ഒരു വിവാദത്തിൽ എന്ന് വ്യക്തമായിരിക്കുകയാണല്ലോ. ഇനി അറിയാനുള്ളത് എന്താണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം എന്നാണല്ലോ. അത് സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിക്കെതിരെയുള്ള ഒരു നീക്കം എന്ന് തന്നെ പറയാം. ഇപ്പോൾ BJP ഇതിനെതിരെ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ഇതെന്താണ് എന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ. അത് അവരുടെ കാര്യം. താങ്കൾ എന്ത് നിരീക്ഷണമാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത്? എന്താണ് തൃശ്ശൂരിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തുടരെ വിവാദങ്ങൾ. അപ്പോൾ കേരളത്തിന്റെ ശ്രദ്ധയാകെ തൃശ്ശൂരിലേക്ക് കേന്ദ്രീകരിക്കുന്ന പോലെയാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ഇത് പണ്ട് VS-ന്റെ ഭാഷയിൽ പറഞ്ഞല്ലേ, വെറുക്കപ്പെട്ടവരുടെ മഹാസമ്മേളനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപിക്കെതിരെ. കാരണം എന്ന് വെച്ചാൽ എങ്ങനെയും ആ മനുഷ്യനെ അവിടുന്ന് തോൽപ്പിക്കുക, അതിന് എന്തൊക്കെ വഴികൾ പയറ്റാൻ പറ്റും എന്ന് ആലോചിക്കുക, നിരന്തരം വിവാദങ്ങൾ കൊണ്ടുവരിക, തങ്ങളുടെ അതേ നിലവാരത്തിൽ സുരേഷ് ഗോപിയെ കാണുക, ആ രീതിയിൽ ചിത്രീകരിക്കുക. ഇതിനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സുരേഷ് ഗോപിക്കെതിരെ അടുത്ത് വന്ന ആദ്യത്തെ വിവാദം
ഇപ്പൊ കോഴിക്കോട് വന്ന വിവാദം നമുക്കറിയില്ല, അത് അദ്ദേഹത്തിന് ഗുണം ചെയ്താണ്. കാരണം അദ്ദേഹം അങ്ങനെ ആളല്ല എന്ന് എല്ലാവർക്കും അറിയാം. ആ സിറ്റുവേഷൻ നമുക്ക് മറ്റേ വെളിച്ചത്ത് നടന്നൊരു കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത് ഈ എന്താണ് കിരീടത്തിന്റെ വിവാദം. കിരീടത്തിൽ നമുക്കറിയാമല്ലോ, സുരേഷ് ഗോപി ഇത്ര പവൻ എവിടെയെങ്കിലും പറഞ്ഞു, അത് അദ്ദേഹത്തിന്റെ നേർച്ചയാണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കുക, അദ്ദേഹത്തിന് കൊല്ലത്ത് കൊടുത്തൂടെ? കൊല്ലത്ത് തന്നെയല്ല, അത് അദ്ദേഹത്തിന് ലൂർദ് മാതാവ് എന്ന ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ളതാണ് ഫ്രാൻസിലെ ലൂർദ് എന്ന സ്ഥലം. അപ്പം ആ പേരുള്ള ഒരു പ്രധാനപ്പെട്ട പിന്നെ തൃശ്ശൂരിൽ വടക്കുന്നാഥ ക്ഷേത്രം പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പള്ളിയാണത്. അപ്പം അത് അദ്ദേഹത്തിന് അതിലുള്ള വിശ്വാസമാണ്. അദ്ദേഹത്തിന് മാത്രമല്ല, ലോകത്ത് പല എല്ലാ ഭാഗത്തും ലൂർദ് മാതാവിനോട് ആ രീതിയിലുള്ള ഒരു ബഹുമാനമുണ്ട്. അപ്പം നമ്മൾ എവിടെ, അത് അദ്ദേഹത്തിന്റെ വിശ്വാസം. അപ്പൊ സുരേഷ് ഗോപിക്ക് പേഴ്സണൽ വിശ്വാസം, ഈ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വന്തം മതം സ്വന്തം മതവും സ്വന്തം വിശ്വാസമൊക്കെ ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് പ്രകടിപ്പിക്കാനും ഉള്ള അവകാശം സുരേഷ് ഗോപിക്ക് ഇല്ലേ? സുരേഷ് ഗോപി എന്താ മറ്റേതെങ്കിലും ഗ്രഹത്തിൽ നിന്ന് വന്ന ആളാണോ? സുരേഷ് ഗോപി എന്താ പാകിസ്ഥാനിയാണോ? ഒരു ആലിയൻ എന്താ എനിമി ആലിയൻ ആണോ? അപ്പൊ അത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും സുരേഷ് ഗോപിക്ക് പാടില്ല. രണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മളെ കയ്യിലുള്ള മോതിരം പോലും സ്വർണം എന്ന് പറയുമ്പോൾ പൂർണ്ണമായി സ്വർണ്ണമല്ല. നിങ്ങൾ ആഭരണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാതിരിക്കുക, അതിൽ എസ്പെഷ്യലി രത്നങ്ങളോ കല്ലുകളൊക്കെ പതിക്കുമ്പോൾ അത് നിങ്ങൾ ചെമ്പ് ചേർക്കും. ഈ കള്ളന്മാരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചെമ്പ് മാത്രം കാണിച്ചിട്ട് അത്യാവശ്യം സ്വർണം പൂശിയിട്ട് അത് സ്വർണ്ണമാണ് എന്ന് പറയും. എന്നാൽ ഒരു പവനൊക്കെ അല്ലെങ്കിൽ കാൽ പവനൊക്കെ കാണിക്കും, എന്നിട്ട് വലിയ സംഭവമായി കാണിക്കും. സുരേഷ് ഗോപി അതല്ല, ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തത് ഇന്നത് ഒരു യൂട്യൂബ് അതിന്റെ അസസ് ചെയ്യും എന്ന് ചില ആളുകൾ പറയണ്ടായി. അസസ് ചെയ്തോ നമുക്ക് അറിയില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പുറത്ത് പറയണം. ഇത് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് കേട്ടത് അത് അസസ് ചെയ്തു എന്നും അത് 5 പവനോളം സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും 5 പവൻ സ്വർണം എന്ന് വെച്ചാൽ വലിയൊരു എമൗണ്ട് ആണ്. മാത്രമല്ല തട്ടാൻ തന്നെ പറയണ്ടേ, ബാക്കി സ്വർണം ബാക്കി വന്നുകൊണ്ട് അത്ര സ്വർണം വേണ്ടാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. അപ്പൊ അത് പൊളിഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താ, ഗോപിയാശാന്റെ കാര്യം. ഈ ഗോപിയാശാന്റെ കാര്യത്തിൽ സത്യത്തിൽ ഗോപിയാശാൻ, നമുക്കൊക്കെ ഗോപിയാശാൻ അറിയാം. ഞാൻ ഗോപിയാശാൻ അറിയാവുന്നത് അത് മോഹൻലാലിനെയൊക്കെ മറ്റേ വാനപ്രസ്ഥ സിനിമ ചെയ്യുന്ന സമയത്ത് സഹായിച്ചു എന്നതിന്റെ പേരിലാണ്. അല്ലാതെ ആ രീതിയിൽ ഒരുപാട് വോട്ടുകൾ സ്വാധീനിക്കാൻ പറ്റുന്ന അങ്ങനെ ആളോ നല്ല ഗോപിയേട്ട. പക്ഷെ ഇന്നിപ്പോ കേരളത്തിൽ ഗോപി സാർ വലിയൊരു ഫിഗറായി, ഗോപിയാശാൻ വലിയൊരു ഫിഗറായിട്ട് മാറി. അതൊക്കെ നല്ല കാര്യം. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണ്, സുരേഷ് ഗോപിയാണോ അദ്ദേഹത്തിനെ വിളിച്ചത്? അദ്ദേഹം തന്നെ പറയുന്നത്, ഞാൻ സുരേഷ് ഗോപിയുടെ മുമ്പ് ചോദിച്ചു ഇങ്ങനെ ഒരു പത്മവിഭൂഷൺ കിട്ടാൻ സാധ്യതയുണ്ടോ? അപ്പൊ സുരേഷ് ഗോപി പറഞ്ഞു, ചേട്ടാ നമ്മളെ കയ്യിലുള്ള നമ്മൾ ചെയ്യേണ്ടതല്ല, എനിക്കെല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ എനിക്ക് താല്പര്യം, അങ്ങനെ രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അത് ഗോപിയാശൻ പറഞ്ഞു. സുരേഷ് ഗോപി അങ്ങനെ ആളാണ്. അദ്ദേഹം ഇങ്ങനെയുള്ള ചെറിയ പ്രലോഭനമൊന്നും മുന്നോട്ട് വെച്ചിട്ട് ആളുകളെ വീഴ്ത്തുന്ന ഒരാളല്ല. പിന്നെ ഇദ്ദേഹത്തെ വിളിച്ചതാരാ? ഏതോ ഒരു ഡോക്ടർ. ഈ ഡോക്ടർ ആരാന്ന് ആരും വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഡോക്ടറെ വിളിച്ചിട്ടുണ്ടെന്ന് തന്നെ സുരേഷ് ഗോപിയുടെ സ്വഭാവം വെച്ച് നമുക്കറിയാം, ഇങ്ങനെയുള്ള ചീപ്പ് കാര്യങ്ങൾ സുരേഷ് ഗോപി ചെയ്യില്ല. സുരേഷ് ഗോപി ഡെയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർ ചെയ്യാൻ പഠിക്കുന്ന വലിയ കാര്യങ്ങളല്ലാതെ ഇങ്ങനെ ചീപ്പായിട്ടുള്ള ചെറിയ സാധനങ്ങൾ അദ്ദേഹം ചെയ്യാറില്ല. ഈ ഡോക്ടർ ആരാന്ന് നമുക്കറിയില്ല. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയും, ഞാനിപ്പോ ചാനലിലൊക്കെ വന്നിട്ട് ഈ രീതിയിൽ ഫാക്ച്വൽ അനാലിസിസ് നടത്താറുണ്ടല്ലോ പല കാര്യങ്ങൾ. പല ആളുകളെയും വിചാരം ഞാൻ BJP ഞാനെങ്ങനെ BJP ചേരാം? ഇന്ത്യ രാഷ്ട്രീയത്തിൽ നല്ല ധാരണയുള്ള ഒരാള്, ബീങ് എ മുസ്ലിം, പ്രാക്ടീസ് മുസ്ലിമായി എനിക്ക് BJP ചേരാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ചിലപ്പോൾ സുരേഷ് ഗോപിയെ പോലെ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലെ നല്ലൊരു കാൻഡിഡേറ്റ് വന്നാൽ ചിലപ്പോൾ വോട്ട് ചെയ്തു തരും. എനിക്കൊരിക്കലും BJP ചേരാൻ പറ്റില്ല. പക്ഷെ ആളുകളെ വിചാരം പത്മശ്രീ എന്റെ ജീവിതത്തിൽ എനിക്ക് ഈ സ്ഥാനത്ത് ഒരു പുച്ഛമില്ലാത്ത ആളാണ്, അല്ലെങ്കിൽ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു പദവി, അങ്ങനെയാണ് ഞാൻ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് പറ്റിയത്. എനിക്ക് കേരളത്തിൽ എവിടെയെങ്കിലും മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. പിന്നെ എന്താ ഗവർണർ, BJP ലിസ്റ്റിലെ ആളുകളുടെ സമയത്ത് എനിക്ക് പക്വത എനിക്ക് ഗവർണർ സ്ഥാനം തരാൻ പോവാ. ഇത് ചില BJP അനുയായികളായ ആളുകളോ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളോ ഇങ്ങനെ പറയുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ ആ ഡോക്ടറെ പറഞ്ഞിട്ടുണ്ടാവും, ചേട്ടൻ ഇത് ഈ പത്മവിഭൂഷണൊക്കെ വേണ്ടേ എന്ന്. അത് സുരേഷ് ഗോപി ഇവിടെ എന്ത് പഴിച്ചു? ഈ പറഞ്ഞ ആളുകൾ ഇങ്ങനെ പലതും പറയുന്നതിന് ഇപ്പൊ എനിക്കറിയാവുന്ന കുറെ BJP-ക്കാരുണ്ട്. ഇപ്പൊ എന്റെ വീടിന്റെ അകത്തുള്ള സുരേഷിനെ പോലുള്ള നേതാക്കന്മാര് ഇവരെന്ത് പഴിച്ചു? ആളുകൾ ഇപ്പൊ സുരേഷ് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് സത്യത്തിൽ അവര് സെൽഫ് എക്സ്പോസ്ഡ് ആണ്. പക്ഷെ ഇവിടെ സത്യത്തിൽ ഏറ്റവും വലിയ അബദ്ധം പറ്റിയ സുരേഷ് ഗോപിക്കല്ല, സുരേഷ് ഗോപിന്റെ ശത്രുക്കളായിട്ടുള്ള, സുരേഷ് ഗോപിന്റെ സിനിമാ നടൻ എന്ന വീടിൽ അസൂയുള്ള, അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിൽ അസൂയുള്ള, അദ്ദേഹത്തെ മോഡിയായിട്ട് ബന്ധത്തിലുള്ള അസൂയുള്ള, അദ്ദേഹത്തിനുള്ള ഈ ജനസാധ്യത അസൂയുള്ള ആളുകൾ, പല രീതിയിൽ അസൂയുള്ള ആളുകൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇത് വലിയ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ പോലും സത്യത്തിൽ അവിടെ ശരിക്കും പെട്ട എതിർ സ്ഥാനാർത്ഥിയാണ്. കാരണം അദ്ദേഹം നേരെ പോയിട്ട് ടോവിനോനെ കാണുകയും എന്നിട്ട് അദ്ദേഹം തന്നെ ആ പോസ്റ്റർ ഷെയർ ചെയ്യുകയും ചെയ്തു. ഇത് സുരേഷ് ഗോപി ഇതിൽ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഇത് ഇങ്ങനെ ആർക്ക് നേരെ എന്താരോ ഈ നമ്മളെ CPM നേതാവുണ്ടല്ലോ സ്വരാജൊക്കെ പറയുന്ന പോലെ ഈ സത്യാനന്തരം ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പൊ ഞാൻ മഞ്ജുഷിനോട് ഇങ്ങനെ പറയാണ്, മഞ്ജുഷ് എന്നെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്, ഞാൻ മഞ്ജുഷിന് ചായ മേടിച്ചു തരുന്നു എന്ന് ഞാനങ്ങ് പറഞ്ഞ മഞ്ജുഷ് എന്നെ നിരന്തരം ചർച്ചയ്ക്ക് വിളിക്കാറുണ്ട്. മഞ്ജുഷിന് എന്ത് ചെയ്യാൻ പറ്റും? ഇനി അതല്ല ഞാൻ പറയണ്ട,
ചിലപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ തന്നെ ചിലപ്പം എവിടെയെങ്കിലും എന്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടോ, അയാൾ വന്ന് പറയാ, അയാൾ രണ്ടാള് പറയാം ഈ ഫക്രുദ്ദീനെ മഞ്ജുഷ് നിരന്തരം ചർച്ചയ്ക്ക് വിളിക്കുന്നത് ഫക്രുദ്ദീൻ അയാൾക്ക് നല്ല ചായ മേടിച്ചു കൊടുക്കാൻ അതുകൊണ്ടാണ്. അത് നിങ്ങളെന്ത് പഴിച്ചു? ഇതാണ് ഈ സംഭവം. അപ്പോ ഞാൻ പറയുന്നത് ഇത് ജനം മനസ്സിലാക്കുന്നു. ഒരു മനുഷ്യൻ, ഒരു നല്ല മനുഷ്യൻ, അയാൾ BJP-ക്കാരനായിക്കോട്ടെ, ആരായാലും BJP-ക്കാരൻ CPM കോൺഗ്രസ് ആയിക്കോട്ടെ, ഒരു കാര്യമില്ല കാരണത്തിൽ പോകുന്നത് അയാൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ സത്യത്തിൽ അവിടെ കഴിഞ്ഞ തവണ രാഘവേട്ടനെതിരെ ഒരു ആരോപണം കോഴിക്കോട് വന്നിട്ടുണ്ട്. എന്താ പറയുക, അദ്ദേഹം പെയ്ഡ് ന്യൂസ് ഒറ്റ നടത്തിയെന്ന് പറഞ്ഞത്. അന്ന് രാഘവേട്ടന്റെ കണ്ണീര് അവിടെ 50,000 വോട്ട് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ രീതിയിൽ സുരേഷ് ഗോപിയെ വെറുതെ ക്രൂശിക്കുന്ന സത്യത്തിൽ സുരേഷ് ഗോപി സന്തോഷിക്കാണ് വേണ്ടത്. ഇത് അദ്ദേഹത്തിന് അറിയുന്ന ആളുകൾക്ക്, മലയാളികൾക്ക് അദ്ദേഹത്തെ അറിയാം. സുരേഷ് കണ്ടി ശീലിച്ച ആളുകൾക്ക് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് സഹതാപതരംഗം ഉണ്ടാവാൻ ഇത് കാരണമാകുക. ശരി, ആ ഒരു തന്ത്രം തിരിച്ചറിഞ്ഞ ഒരു നേതാവാണ് കെ മുരളീധരൻ എന്ന് തോന്നുന്നു. ഇന്ന് കെ മുരളീധരൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ആരോപണ പ്രത്യാരോപണങ്ങളുടെ ദിശ മാറ്റിയിട്ടുണ്ട്. ഇന്ന് കെ മുരളീധരന്റെ ബൈറ്റ് ശ്രദ്ധിച്ചാൽ അതറിയാം. ഇന്ന് കെ മുരളീധരനും VS സുനിൽകുമാറുവേ തൃശ്ശൂരിലുള്ളൂ. സുരേഷ് ഗോപി ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇല്ല. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വന്നിരിക്കുകയാണ്. അടുത്ത ദിവസം തിരിച്ച് തൃശ്ശൂരിൽ ചെല്ലും. ഇന്ന് കെ മുരളീധരൻ, തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരൻ, അദ്ദേഹം പ്രചാരണത്തിന്റെ ദിശ മാറ്റിയത് അവിടെ മറ്റൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണല്ലോ തൃശ്ശൂരിൽ ഈ പ്രചാരണ യുദ്ധത്തിനിടയ്ക്ക്. ചെമ്പല്ല തങ്കം, അതാരെക്കുറിച്ചാണ്? VS സുനിൽകുമാറിനെ കുറിച്ച്. അത് സുരേഷ് ഗോപിയെ ഉന്നം വെച്ചാണ് സുനിൽകുമാർ നടത്തിയിരിക്കുന്നത്, അങ്ങനെ ഒരു പോസ്റ്റർ അടിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ കെ മുരളീധരൻ തന്ത്രപരമായിട്ട് തങ്കം ആരാണെന്ന് അറിയാം, അത് തെളിയാൻ പോകുന്നേ ഉള്ളൂ, അത് സുനിൽകുമാറിനെതിരെ അദ്ദേഹം തിരിച്ചുവിട്ടിരിക്കുകയാണ് കെ മുരളീധരൻ. അപ്പോൾ മുരളീധരന്റെ കാര്യം വ്യക്തമായിട്ട് തന്നെ ഇവിടെ മനസ്സിലായി. ഇവിടെ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങൾ സുരേഷ് ഗോപിക്ക് നേരെ ഉന്നയിച്ചാൽ അത് തിരിച്ചടി ഉണ്ടാക്കുവാൻ ഉപകരിക്കൂ എന്ന്. അത്തരത്തിലുള്ള തന്ത്രപരമായ നീക്കം മുരളീധരൻ കണ്ടറിഞ്ഞ് നടത്തുന്നുണ്ടല്ലോ ഇപ്പോൾ, ഇന്ന് മുതലെങ്കിലും. അല്ല, ഇത് മുരളീധരൻ, നമ്മൾ മിച്ച ബജറ്റും കേട്ടിട്ടുണ്ട്, കമ്മി ബജറ്റും കേട്ടിട്ടുണ്ട്. കേരളത്തില് മിച്ച കമ്മി ബജറ്റ് സംഭവം കണ്ടുപിടിച്ച ലീഡറാണ്. അമ്മാതി തന്ത്രജ്ഞനാണ് ലീഡർ. ആ ലീഡറുടെ മോനാണ് മുരളീധരൻ. അണ്ണാൻകുഞ്ഞിനാരും നീന്തം പഠിപ്പിക്കണം. മുരളീധരൻ ഇതറിയാം. കാരണം സുരേഷ് ഗോപിയുടെ പ്രധാനപ്പെട്ട ബേസ് ബാങ്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീകളുടെയും യുവാക്കളുടെയും സമൂഹത്തിൽ നിലവിലിരിക്കുന്ന ഈ സ്റ്റാറ്റസ് കോയിൽ എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ആളുകളുടെ വോട്ടാണ്. അവർ ഇത്തരം ഈ പറയുന്ന ഹൈപ്പിനൊന്നും പിന്നാലെ പോവില്ല, കുപ്രചാരങ്ങൾ പിന്നാലെ പോവില്ല എന്ന് മുരളീധരൻ അറിയാം. രണ്ടാമത്തെ കാര്യം, സ്വയം ചെമ്പാണ് എന്ന് തിരിച്ചറിവുള്ള ആളുകളാണ് മറ്റുള്ളവരെ ചെമ്പായി ചിത്രീകരിക്കുന്നുള്ളതാണ്. അത് നമ്മൾ നോക്കിയാൽ മതി. ഈ തൃശ്ശൂര് ഒരു പാവപ്പെട്ട ഒരു ഗാർഡിനെ വണ്ടി അടിച്ചു കൊന്ന ഒരാളുണ്ടായിരുന്നില്ലേ, ചിലപ്പോൾ ജയിലിലാണ്, ഒരു വലിയൊരു പ്രമാണി. അയാളെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിയ ആളുകളെ ലിസ്റ്റൊക്കെ നിങ്ങൾ എടുത്തു പോയി. തൃശ്ശൂർ എത്ര രാഷ്ട്രീയക്കാർ അതിൽ പെട്ടിട്ടുണ്ട്, പെടാത്തതെന്ന് നോക്കാം. അപ്പൊ ആ മേടിച്ച ആളുകളും അയാളായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ആളുകളൊക്കെ ചെമ്പായിരിക്കും. സുരേഷ് ഗോപി ഏതായാലും അയാളെ ഇത് കാശൊന്നും മേടിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാ. മുരളീധരന് മേടിക്കാൻ സാധ്യതയില്ല. മറ്റേ എനിക്കറിയില്ല എന്താണ്. അപ്പോ ഇതുപോലെ നിങ്ങൾ സ്വയം ചെമ്പാണ്, എന്നാല് നിങ്ങൾ സ്വർണ്ണമാണ് എന്ന് നാട്ടുകാരെ തോന്നിപ്പിക്കണം എന്നുള്ള വ്യഗ്രത നിങ്ങൾക്കുള്ളപ്പാണ് നിങ്ങൾ മറ്റുള്ളവരെ. കാരണം ഇതറിയാം, സുരേഷ് ഗോപി അയാളെ ലൈഫിൽ ഇപ്പൊ കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകം നടന്ന സമയത്താണെങ്കിൽ ഇവിടെ ഈ പറയുന്ന പോലെ പാവങ്ങള് ബാങ്കിൽ ക്യാഷ് അടയ്ക്കാൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടിയ സമയത്ത്, കോവിഡ് സമയത്ത് പല ആളുകൾ പല സ്ഥലത്ത് കുടുങ്ങിപ്പോയ സമയത്ത്, പല വിദ്യാർത്ഥികൾ അഡ്മിഷൻ ഒക്കെ എന്തായാലും വിദേശത്ത് പ്രശ്നമുണ്ട്. ഇതെല്ലാം സ്വയം മറന്ന് ഇടപെട്ട ഒരാൾ. അദ്ദേഹത്തിന് മൊത്തം കിട്ടുന്ന അദ്ദേഹത്തിന്റെ റവന്യൂവിന്റെ, അതായത് ഒരു സിനിമയ്ക്ക് 6-7 കോടിയാണ് അദ്ദേഹം മേടിക്കുന്നത്. അതിൽ 4 കോടിയോളം അദ്ദേഹം അദ്ദേഹത്തിന്റെ മകളിൽ ലക്ഷ്മിയുടെ പേരിലുള്ള ചാരിറ്റി വഴി പാവങ്ങൾക്ക് സാധാരണക്കാർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അത് ഈ സ്വർണം കൊടുത്തത് സ്വർണം തന്നെയാണ്. സ്വാഭാവികമായിട്ടും സ്വർണത്തിന്റെ കൂടെ ഇത്ര ആഭരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ചെമ്പ് കയറും. അത് സ്വാഭാവികമാണ്. കെമിസ്ട്രി അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇത് വെള്ളം എന്ന് പറഞ്ഞ ഒരു കെമിക്കലാണെന്ന് അറിയാത്ത ആളുകളെ നമ്മളെ H2 എന്നുള്ള കെമിക്കലാണ് വെള്ളം. അപ്പം കെമിക്കലിനെതിരെ സംസാരിക്കും, വെള്ളം കെമിക്കലാണെന്ന് അറിയാത്ത ആളുകളെ നമ്മൾ. അതുപോലെ സ്വർണ്ണാഭരണം എങ്ങനെ ഉണ്ടാക്കുന്ന അറിയാത്ത ആളുകൾ പറയുന്നതാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആളുകൾ അത് മാറ്റും. ശരി, ഞാൻ ഇടപെടുകയാണ്. ആ തങ്കം എന്നുള്ള ഇമേജ് ഇപ്പോൾ VS സുനിൽകുമാർ ഏറ്റെടുത്തിട്ടുണ്ട്. എൻ ശ്രീകുമാർ, സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ. ഈ തിരിച്ചടി ആകുന്നത് എതിർപക്ഷത്തിനാണ്, ഈ രണ്ടു പേർക്കുമാണ് എന്നുള്ള വിലയിരുത്തലിനോട് താങ്കളുടെ മറുപടി? അല്ല, സുരേഷ് ഗോപിക്കൊന്നും ഒരു ഗുണവും ചെയ്യില്ല. ഇവിടെ ശ്രീ ശ്രീജിത്ത് പണിക്കരും ശ്രീ ഫക്രുദ്ദീൻ അലിയും നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ആഗ്രഹിക്കുന്ന പോലെയാണ് സംസാരിച്ചത്. ആയിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. പക്ഷേ ഞാൻ പറയുന്നത് അവരറിയാത്ത ചില കാര്യങ്ങളുണ്ടോ. ഞാൻ അവരെ ചെറുതാക്കി കാണിക്കുന്നുമല്ല കേട്ടോ. ഇതിൽ കോൺഗ്രസിനൊരു പങ്കുമില്ല സുഹൃത്തുക്കളെ, UDFനും പങ്കില്ല. ഞാൻ ഉദാഹരണങ്ങൾ പറയാം. നമ്മുടെ സ്വർണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് കൗൺസിലർ എന്താ ഇടപെട്ടത്? അവിടുത്തെ ഇടവക അംഗങ്ങൾ കൗൺസിലറോടല്ലേ പരാതി പറയുക.
കൗൺസിലർ ഒന്നും പറഞ്ഞിട്ടില്ല. കൗൺസിലർ എന്താ പറഞ്ഞത്? ഇത് സംബന്ധിച്ചുള്ള ആക്ഷേപത്തെ അത് അവർ പരിഹാരം കണ്ടോളും, ആ ഇടവക കണ്ടോളും, അത് കോൺഗ്രസ് അതിൽ ഇടപെട്ടിട്ടില്ല സംഘടനാപരമായി. പിന്നെ അതിൽ ഈ മറ്റേ കിരീടം സമർപ്പിക്കാൻ പോകുമ്പോൾ ചാനലുകൾ ഉണ്ടായിരുന്നു. ആ കിരീടത്തെക്കുറിച്ച് പിന്നീട് വന്ന കഥ ഇത് നമുക്കറിയാമല്ലോ. അത് നിലത്ത് വീണപ്പോൾ അതൊരു ചാനൽ, ഒരു പാർട്ടി ചാനൽ തട്ടിയിട്ടാണെന്ന് ആക്ഷേപം വന്നു. ആ പാർട്ടി ചാനൽ അത് ചർച്ചയാക്കി. ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിലത്തെ രാഷ്ട്രീയം മാത്രം നിങ്ങൾ കാണുക, അല്ലാണ്ട് അതിൽ വ്യക്തിപരമായിട്ടൊന്നും ആരെ ആക്ഷേപിക്കാൻ UDF എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. ഇനി കലാമണ്ഡലം ഗോപിയാശാന്റെ കാര്യം. ഗോപിയാശാന്റെ വീട്ടിലേക്ക് ഒരു ഫോൺ വരുന്നു, ഒരു ഡോക്ടർ സംസാരിച്ചു എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് അത് പോസ്റ്റ് ഇട്ടത്, അല്ലാണ്ട് ഒരു മറ്റേ UDFന്റെ പ്രതിനിധി പോയിട്ട് പോസ്റ്റ് ഇട്ടതല്ല. ആ മകൻ പോസ്റ്റ് ഇട്ട ശേഷം അത് പിൻവലിക്കുന്നു. ആ വാർത്ത CPMന്റെ മുഖപത്രം 1-ാം പേജിൽ വാർത്തയാക്കി. പക്ഷെ നിങ്ങൾ അറിയാത്ത കാര്യമുണ്ട്, അത് വാർത്തയാക്കാത്ത പത്രമാണ് കോൺഗ്രസിന്റെ മുഖപത്രം. എന്താ ഒരു വാർത്തയാക്കാതിരുന്നത്? അത് നിങ്ങൾ അറിഞ്ഞില്ലേ? UDFന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഇത്രയും വലിയൊരു ആയുധം കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ മുഖപത്രം അത് വാർത്തയാക്കാതിരുന്നത്? അത് മനസ്സിലാക്കൂ. നിങ്ങൾ വെറുതെ ചുമ്മാ എല്ലാം നിരീക്ഷിക്കണമല്ലോ. നിരീക്ഷിക്കുമ്പം ഇപ്പം ആ വീക്ഷണം എന്തുകൊണ്ടത് വാർത്തയാക്കിയില്ല എന്ന് ചോദിച്ചാൽ വീക്ഷണത്തിന് വേറെ ഉണ്ട്. കാരണം എന്താണ്, ക്ഷമിക്കണം, കോൺഗ്രസിനും UDFനും വേറെ ഒരുപാട് ആയുധങ്ങളുണ്ട് കയ്യിൽ, രാഷ്ട്രീയ ആയുധമുണ്ട്. VS സുനിൽകുമാർ തങ്കമാണ് ചെമ്പാണോ എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മുരളീധരൻ പറഞ്ഞില്ലേ, ഇവിടെ ഇടതുമുന്നണിയുടെ ഒരുപാട് കാര്യങ്ങൾ മുരളീധരന് ചൂണ്ടിക്കാണിക്കാനുണ്ട്. VS സുനിൽകുമാറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ LDFന്റെ ഒരു പ്രതിനിധിയാണ്. LDF എന്ന് പറഞ്ഞാൽ കേരളം ഭരിക്കുന്ന മുന്നണിയാണ്. ആ മുന്നണിക്കെതിരായ ഒരു മത്സരമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഇതിനെ കാണും. അതുകൊണ്ട് ഇത് അതാണ് കെ മുരളീധരൻ തന്ത്രപരമായിട്ട് അല്ല സുനിൽകുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചത്. സുരേഷ് ഗോപിക്കെതിരെ വ്യക്തിപരമായിട്ട് ആരോപണം ഉന്നയിക്കാൻ നിൽക്കാത്തതും അതുകൊണ്ടാണ്. ആ നിരീക്ഷണം ഇവിടെ നടത്തി കഴിഞ്ഞു. കോൺഗ്രസിനെ കുറ്റം പറഞ്ഞില്ല കാര്യത്തിൽ. തന്ത്രപരമായി തന്നെ മുരളീധരൻ, അതാണല്ലോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കൗശലത എത്രത്തോളമാണെന്ന് ഫക്രുദ്ദീൻ ഇവിടെ പറഞ്ഞതും. ലീഡറുടെ മകനെ കൂടുതൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് അത് അറിയാമെന്ന്. മഞ്ജുഷ ഞാൻ പറഞ്ഞ മുരളീധരന്റെ വ്യക്തിപരമായ പ്രസ്താവനയല്ല. കോൺഗ്രസ് ഈ രണ്ട് വിഷയത്തിലും കോൺഗ്രസ് അത് ഏറ്റുപിടിച്ചിട്ടില്ല. ഇത്രയും വലിയ വാർത്ത, ഗോപിയാശാന്റെ മകനിട്ട പോസ്റ്റ് പിൻവലിച്ച വാർത്ത എന്തുകൊണ്ട് കോൺഗ്രസ് മുഖപത്രം കൊടുത്തില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്തെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അത് ആ ഒറ്റ കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ CPM മുഖപത്രം അത് 1-ാം പേജിൽ വാർത്തയാക്കി, കോൺഗ്രസ് മുഖപത്രം അത് വാർത്തയാക്കിയില്ല. ഇതിൽ കോൺഗ്രസിന് ഒരു ബന്ധവുമില്ല. വെറുതെ കോൺഗ്രസിന് ഇതിലെ പരാജയ ഭീതി കൊണ്ടെന്നൊന്നും പറയാൻ നിൽക്കേണ്ടെന്ന് പറയാൻ വേണ്ടി ഞാൻ കാണിച്ചതാണ്. ഇതിൽ ഇനിയിപ്പം LDF UDFും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇപ്പൊ LDFുകാരാണോ ഈ പോസ്റ്റ് ഇട്ടേന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. ഗോപിയാശാൻ എന്താ പറഞ്ഞത്? എന്റെ മകനിട്ട പോസ്റ്റ് അയാൾ പിൻവലിച്ചു, അതൊരു വ്യക്തിപരമായ കാര്യമാണ്. ഈ പോസ്റ്റ് വന്ന അന്ന് ഉച്ച തിരിഞ്ഞിട്ട് ഗോപിയാശാൻ ആലത്തൂർ മണ്ഡലത്തിലായ പേരാമംഗലത്ത് താമസിക്കുന്ന ആളാണ്. അദ്ദേഹം അവിടുത്തെ CPM സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ അഭ്യർത്ഥന നടത്തി. അപ്പൊ ഇതൊക്കെ കൂട്ടിവയ്ക്കുമ്പോൾ ഇന്നത്തെ കക്ഷികൾ UDF അല്ല, CPM BJP മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മറ്റുള്ള കാര്യം എന്താണ്? സാധാരണ ഇതിൽ ഇപ്പൊ ഗോപിയാശാൻ ഒരു കലാകാരനാണ്, കലാമണ്ഡലത്തിന്റെ അധ്യാപകനായിരുന്നു. ഇവിടെ ഗോപിയാശാനെ അനുകൂലിക്കുന്ന ആരാധിക്കുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. CPMന് ഇത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഗോപിയാശാനെ എന്തുകൊണ്ട് കലാമണ്ഡലത്തിന്റെ ചാൻസലറാക്കിയില്ല എന്നാണ് ചോദ്യം. കലാമണ്ഡലത്തിന്റെ ചാൻസലറാകാൻ യോഗ്യനാണ് ഗോപിയാശാൻ, എന്താണ് ആക്കിയില്ല? അപ്പൊ ഗോപിയാശാനോട് CPM കാണിക്കുന്നതും അവർക്കൊരു വലിയ കലാകാരനെ വേണം. BJPയുടെ ഈ വിഷയത്തിൽ കോൺഗ്രസിനൊരു പങ്കുമില്ല. ഇനിയിപ്പോൾ സുരേഷ് ഗോപിയുമായ ബന്ധത്തിൽ ആരാണ് ഉത്തരവാദി? അദ്ദേഹത്തിന്റെ മകനിട്ട പോസ്റ്റല്ലേ ചർച്ചയായത്. അപ്പൊ ഒരു വീട്ടിലത്തെ അദ്ദേഹത്തിന്റെ പുത്രനിട്ട ഒരു ഇതാണ് ചർച്ചയാകുന്നത്. അത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാകും. സുരേഷ് ഗോപി എന്ന വ്യക്തിയെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്ന എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ്. സുരേഷ് ഗോപി എന്ന സിനിമാ നടനെ ആരാധിക്കാത്ത ആരും ഈ നാട്ടിലില്ല. പക്ഷേ സുരേഷ് ഗോപി എന്ന BJP സ്ഥാനാർത്ഥിയെ വിമർശിക്കും. കാരണം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ ആശയത്തെ എതിർക്കുന്ന രണ്ട് മുന്നണികളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ LDFും UDFും തമ്മിലാണ് മുഖ്യ മത്സരം എന്ന് പറഞ്ഞപ്പോൾ അല്ല, LDF BJPയുമാണ് എന്ന് പറഞ്ഞത് LDFന്റെ കൺവീനറാണ്. അവിടെ ആ രാഷ്ട്രീയമുണ്ട്. BJP രാഷ്ട്രീയത്തെ CPM എന്തുകൊണ്ട് അനുകൂലിക്കുന്നു എന്ന ചോദ്യം വരുന്നു. അതിൽ ജയരാജനോട് EP ജയരാജനോട് ചോദിച്ചു, മുഖ്യമന്ത്രി ഗോവിന്ദ് നമാഷും ഇങ്ങനെ തിരുത്തിയിട്ടുണ്ടല്ലോ. ജയരാജന്റെ മറുപടി എന്തായിരുന്നു? മുഖ്യമന്ത്രി തിരുത്തി എന്നാ പറഞ്ഞത്, ഗോവിന്ദ് നമാഷ് പേര് പറഞ്ഞില്ല. പാർട്ടി സെക്രട്ടറി തിരുത്തിയെന്നല്ല പറഞ്ഞ LDF കൺവീനർ, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാ പറഞ്ഞത്.
ഞാൻ അതിലത്തെ മാർക്സിസ്റ്റ് രാഷ്ട്രീയം ഞാൻ നിരീക്ഷിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ കിരീടം ചർച്ചയായത് എന്തുകൊണ്ടാണ്? കോൺഗ്രസ് അല്ല ചർച്ചയാക്കിയിട്ട് കൊണ്ടുവന്നത്. ഇത് ചർച്ചയായത് ഇതിങ്ങനെ ആ കൊടുത്ത നിമിഷത്തെക്കുറിച്ചുള്ള ചിത്രീകരണവും ഫോട്ടോകളും വാർത്തകളും വന്നപ്പോൾ അത് ചർച്ചയായി. അല്ലാണ്ട് കൗൺസിലർ പോയിട്ട് അതിന്റെ ഇത് അളക്കണമെന്ന് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് ശ്രീകുമാറിന്റെ നിരീക്ഷണം എങ്ങനെ മറുപടി നൽകുന്നു താങ്കൾ? ശ്രീ അനിലക്കരയ്ക്ക് കോൺഗ്രസുമായി ബന്ധമില്ല. വെറും നിരീക്ഷണമല്ല മഞ്ജുഷേ, ഞാൻ ഉദാഹരണ സഹിതമാണ് പറഞ്ഞത്. ശരി, കേൾക്കൂ, അനിലക്കരയുടെ കാര്യം പറയുന്നുണ്ട്. ശ്രീ അനിലക്കര കോൺഗ്രസിന്റെ ആരുമല്ല എങ്കിൽ ശ്രീകുമാർ പറഞ്ഞിരിക്കുന്നത് 100% ശരിയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിനെ ആംപ്ലിഫൈ ചെയ്യുന്നത് ആരാണ്? 5 മാർച്ചിന് അനിലക്കര ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് മാതാവിന് കൈക്കൂലിയോ ഗോപിയെ എന്നാണ് പോസ്റ്റ്. 4 മാർച്ച് സുരേഷ് ഗോപി നടത്തേണ്ടത് റോഡ് ഷോ അല്ല. തൃശ്ശൂരിലെത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് ട്രെയിൻ ഇറങ്ങി മുട്ടിലിഴഞ്ഞ് ലൂർദിന് മുന്നിൽ മുട്ടിപ്പായി പാപം ഏറ്റു പറയണം. കാരണം അത്ര വലിയ തട്ടിപ്പാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. കോൺഗ്രസ് ഇദ്ദേഹത്തെ ഡിസോൺ ചെയ്യുന്നുണ്ടോ ശ്രീകുമാർ? എങ്കിൽ എന്ത് തട്ടിപ്പാണ് ഇവിടെ തെളിവായിരിക്കുന്നത്? എന്ത് തട്ടിപ്പ് ആരാണ് ഇവിടെ തെളിവാക്കി കൊണ്ടുവന്നിരിക്കുന്നത്? എങ്കിൽ ഈ കാര്യത്തിൽ കോൺഗ്രസിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടോ ഇല്ലയോ? ഇതാണ് ചോദ്യം. അതിനപ്പുറത്തേക്ക് മാർച്ച് 2-ാം തീയതി ഇത് ചെമ്പല്ല, ഇത് തൃശ്ശൂരിൻ്റെ പെരുമ, പാപ്പയ്ക്ക് TN സമ്മാനിച്ചത് തൃശ്ശൂരിൻ്റെ പെരുമ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചിത്രം, ഇതിലെന്താണ്, മാർപ്പാപ്പയുടെ അടുത്ത് TN പ്രതാപൻ നിന്നുകൊണ്ട് ഒരു നെറ്റിപ്പട്ടമോ മറ്റോ കൊടുക്കുന്ന ചിത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സുരേഷ് ഗോപി കൊടുക്കുന്ന നേർച്ചകളെല്ലാം തട്ടിപ്പാവുകയും എന്നാൽ മറ്റുള്ള കോൺഗ്രസിൻ്റെ ആൾ കൊടുത്തിരിക്കുന്ന നേർച്ചകളെല്ലാം തന്നെ ജെനുവിനാവുകയും. മറ്റൊരു വിഷയമുണ്ട്. അദ്ദേഹം മറ്റൊരു പോസ്റ്റിൽ 2 മാർച്ചിന് തന്നെ ചോദിച്ചിരിക്കുകയാണ്, ലൂർദിൽ സമർപ്പിച്ച കിരീടം സ്വർണമോ മുക്കോ? പറയണം, പറഞ്ഞേ പറ്റൂ. അടുത്തത്, തങ്കക്കിരീടം തങ്കം തന്നെ അല്ലേ? മറുപടി ഈ പൊന്നിൻ്റെ പണിക്കാരൻ പറയണം. ഇത് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അനിലക്കരയുടെ പോസ്റ്റ് കോൺഗ്രസ്സുകാരും കാണുന്നില്ലേ? കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാരും തന്നെ അനിലക്കരയോട് പറയുന്നില്ലേ, ഡേയ് ഇത് നമ്മുടെ വിഷയമല്ല, നമ്മുടെ പത്രത്തിൽ എഴുതുന്നതാണ് നമ്മുടെ വിഷയം. അങ്ങനെയാണല്ലോ ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞത്. കോൺഗ്രസിൻ്റെ പത്രത്തിൽ ഇത് വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ ഇത് നമ്മുടെ വിഷയമല്ല, നിങ്ങൾ ഇതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ട, ഏതെങ്കിലും കൗൺസിലർമാർ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ പള്ളിയുടെ ഇടവക അത് തീരുമാനിച്ചോട്ടെ, നമുക്കിത് പറയണ്ട എന്ന് പറയണം. ഞാൻ ചോദിക്കുന്നത്, മുട്ടിൽ ഇഴഞ്ഞ് ചെന്ന് ലൂർദ് മാതാവിൻ്റെ മുന്നിൽ നിന്ന് മുട്ടിപ്പായി മാപ്പ് പറയണം എന്ന് പറഞ്ഞിരിക്കുന്നത് അത്രയും വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നുവെന്നാണ്. ശ്രീകുമാർ ഇവിടെ പറയണം, കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിന് ബോധ്യമായിരിക്കുന്ന ആ തട്ടിപ്പ് എന്താണ്? അപ്പോൾ ഇതിൽ ഒന്നുകിൽ അനിലക്കരയോട് കോൺഗ്രസ്സുകാർ പറയണം, മിണ്ടാതിരിക്കണം. അതല്ല എങ്കിൽ ടു സിൻ ബൈ സൈലൻസ് എന്നേ മനസ്സിലാവുകയുള്ളൂ. ശ്രീകുമാർ മറുപടി. അല്ലല്ല, ശ്രീജിത്ത് പണിക്കരുടെ പറയുന്ന കേട്ടതൊന്നും, അതായത് ഞാൻ പറഞ്ഞത് അദ്ദേഹം ശ്രദ്ധിച്ചോ എനിക്കറിയില്ല. ഇത് വിവാദമാകുമ്പോൾ ചർച്ചയാകുന്ന ഞാൻ പറഞ്ഞിരുന്നു. ഇത് വിവാദമായപ്പോഴാണ് ചർച്ചയായത്. എങ്ങനെ വിവാദമായി? ഞാൻ പറഞ്ഞില്ലേ, ഈ കിരീടം കൊടുത്തതും ഒരു ചാനലിന്റെ ക്യാമറാമാൻ തട്ടിയിട്ടെന്ന് പറഞ്ഞതും കോൺഗ്രസ് ആണ്. എന്താ സംശയം? കൗൺസിലർ ഇടവകയിലുള്ള ആളാണ്. അനിലക്കര ഇതിന്റെ പ്രചാരണം കൊടുത്തതിനെ കുറിച്ചാണ് അല്ലല്ല ഞാൻ അല്ലല്ല ഞാൻ പറയട്ടെ. അതായത് കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് എപ്പോഴാണ്? ഇത് വിവാദമായ ശേഷമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരാൾ ഒരു പള്ളിയിൽ ഒരു കാര്യം കൊണ്ടു കൊടുക്കുമ്പോൾ അത് ആദ്യം എടുത്തു പിടിച്ച കോൺഗ്രസ് അല്ല. ഇത് വിവാദമാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു തിരഞ്ഞെടുപ്പിൽ അത് രാഷ്ട്രീയ നേതാക്കൾ ചർച്ചയാക്കും, തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇതല്ല വിഷയം. കോൺഗ്രസിന്റെ പ്രമുഖമായ വിഷയം ഇതായിരുന്നില്ല. വിവാദമായപ്പോൾ ചർച്ചയായി. ഇപ്പൊ ഗോപി ആശാന്റെ എങ്ങനെയാ ചർച്ചയായത്? വിവാദമായപ്പോഴല്ലേ? കോൺഗ്രസിന് എന്തായിരുന്നു അതിൽ ബന്ധം എന്നാ ഞാൻ ചോദിച്ചത്. ആ പോസ്റ്റ് ഇട്ടത് കോൺഗ്രസ്സുകാരല്ല, ആ പോസ്റ്റ് വിവാദമാക്കിയത് കോൺഗ്രസ്സുകാരല്ല. ആ പോസ്റ്റ് ഞാൻ ഇട്ടത്, ഞാൻ സുരേഷ് ഗോപി കിരീടം കൊടുത്ത വാർത്ത പാർട്ടി പത്രത്തിൽ വന്നില്ലെന്നല്ല പറഞ്ഞത്. സുരേഷ് ഗോപി അല്ലല്ല, തെറ്റിദ്ധരിപ്പിക്കരുത്. സുരേഷ് ഗോപി കിരീടം കൊടുത്ത വാർത്ത വന്നില്ലെന്നല്ല പറഞ്ഞത്. ഗോപി ആശാന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. ഗോപി ആശാന്റെ കാര്യത്തിൽ ഗോപി ആശാന്റെ മകനിട്ട ഫേസ്ബുക്ക് പോസ്റ്റും അത് സംബന്ധിച്ച വിവാദവും കോൺഗ്രസ് മുഖപത്രം കൊടുത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റേത് കോൺഗ്രസ് മുഖപത്രം കൊടുത്തിരുന്നു വിവാദമായപ്പോൾ. രണ്ടുകൂടെ കൂട്ടി തെറ്റിദ്ധരിപ്പിക്കരുത്. എനിക്ക് നുണ പറയുന്നത് കോൺഗ്രസ് എല്ലാ കാര്യത്തിലും ഇക്കാര്യത്തിൽ ചില നിലപാടുകളുണ്ട്. ആ വീക്ഷണം പത്രത്തിൽ വരുന്നതാണോ കോൺഗ്രസിന്റെ നിലപാട്? എന്താ സംശയം? എന്താ സംശയം? വീക്ഷണം പത്രം അല്ലല്ല, വീക്ഷണം പത്രം കോൺഗ്രസിന്റെ മുഖപത്രമാണ്. എന്തുകൊണ്ടാ വാർത്ത കൊടുത്തില്ല നിങ്ങൾ അന്വേഷിച്ചോ? അല്ല ഞാൻ പറഞ്ഞല്ലോ സുഹൃത്തെ. അല്ലല്ല വീക്ഷണം പറഞ്ഞിട്ടാണോ? അല്ലല്ല ഞാൻ പറഞ്ഞ വീക്ഷണത്തിന്റെ ഞാൻ പറഞ്ഞു കേട്ടെ. വീക്ഷണത്തിന്റെ എഡിറ്ററെ ഞാൻ താങ്കൾ പറഞ്ഞപ്പോൾ മിണ്ടായിരുന്നല്ലോ. ഞാൻ പറയട്ടെ,
KPCC അധ്യക്ഷനേക്കാൾ കൂടുതൽ തീരുമാനമെടുക്കുന്ന ആളാക്കി മാറ്റിയിരിക്കുകയാണ്. അതൊന്നും ശരിയായിട്ടുള്ള ശ്രീകുമാർ, ഇപ്പോൾ ശരിയായിട്ടുള്ള കാര്യമല്ല. ഈ കിരീടത്തിന്റെ കാര്യത്തിൽ അനിലക്കരെ പോലെയുള്ള നേതാക്കൾ പ്രതികരിച്ചതുപോലെ തന്നെ അല്ല, ഈ കലാമണ്ഡലം ആശാനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ VT ബൽറാം ശക്തമായ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഇന്ന് അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിക്കുമ്പോൾ പോലും ഗോപി ആശാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അത് പിൻവലിച്ചത്. അനിലക്കരയോട് താങ്കൾ യോജിക്കുന്നുണ്ടോ എന്നും എന്റെ ചോദ്യമാണ്. യോജിക്കുന്നുണ്ടോ എങ്കിൽ ഈ ഇദ്ദേഹം താങ്കൾ വല്ലാതെ ആവേശം കൊള്ളല്ലേ, ക്ഷമിക്കൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ ആവേശം കൊള്ളല്ലേ. അതായത് ഈ പ്രശ്നം വിവാദമാകുമ്പോൾ ഏത് പ്രശ്നവും വിവാദമാകുമ്പോൾ ചർച്ചയാകും. അക്കണക്കിന് ചർച്ചയായിട്ടുണ്ട്, എന്താ സംശയം? അല്ലല്ല ശ്രീജത്തെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ തോക്കിൽ കയറി വെടിവെക്കല്ലേ. അതായത് ഒരു വിഷയം ചർച്ചയാകുമ്പോൾ, സമൂഹത്തിൽ ചർച്ചയാകുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമ്പോൾ തീർച്ചയായിട്ടും അത് കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം പറയും. പക്ഷേ കോൺഗ്രസ് നേതാക്കളെ ഇതായി വിവാദമായിട്ട് കൊണ്ടുവന്നത് അവരല്ല എന്ന് പറഞ്ഞത് ഞാനീ പറയുന്നത് ഇത് കേട്ടവർക്ക് മനസ്സിലാവും. ഒരു വിഷയം വിവാദമാകുമ്പോൾ അതിൽ ചോദ്യങ്ങൾ വരും, നേതാക്കൾ. അല്ല ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇല്ല, താങ്കൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഞാൻ പറഞ്ഞത്? ആദ്യം പറഞ്ഞു ഈ വിഷയം എന്താ നിങ്ങൾ പറയുന്നത്? പാർട്ടിയാണ്, കോൺഗ്രസ് ആണ്. പിന്നെ ആരാണ്? അനിലക്കരയാണ്. അല്ലല്ല കോൺഗ്രസ്. എന്താ നിങ്ങൾ പറഞ്ഞത്? തെറ്റിദ്ധരിപ്പിക്കല്ലേ, തെറ്റിദ്ധരിപ്പിക്കല്ലേ? അല്ലല്ല ശ്രീത്തെ താങ്കൾ താങ്കൾ സാധാരണ അല്ലല്ല, പ്ലീസ് നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ പറഞ്ഞത് ഈ കൗൺസിൽ ഇടപെട്ടത് ഇടവകയിൽ ഒരു കിരീടം കൊടുക്കുമ്പോൾ അതിന്റെ കണക്ക് വേണമെന്നുള്ള ആവശ്യം കൗൺസിലിലേക്ക് എത്തുമ്പോഴാണ് കൗൺസിൽ ഇടപെട്ടത്. അല്ലാണ്ട് തെറ്റിദ്ധരിപ്പിക്കരുത്. അത് കോൺഗ്രസ് കൗൺസിലറാണെന്നും ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഇടവകയിലെ പള്ളിക്കാര്യം കൗൺസിലറാണോ തീരുമാനിക്കുന്നത്? ആ കൗൺസിലർ ഇടവകക്കാരിയാണ്, എന്താ സംശയം? അതുകൊണ്ട് ഇടവകക്കാരൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണ്, കൗൺസിലർ എന്ന രീതിയിലാണ്. ആ ഇടവകക്കാരിയാണ്, അത് കൗൺസിലർ എന്ന രീതിയിലാണോ? ആ ഇടവകക്കാരിയാണ്, എന്താ സംശയം? നിങ്ങൾ മനസ്സിലാവണില്ല. എന്ന രീതിയിൽ ഇടപെട്ടു. ശരി, ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇടവകക്കാരി എന്ന രീതിയിൽ ഇടപെടുന്നതും കൗൺസിലർ എന്ന രീതിയിൽ ശരിയാണ്. അത് അങ്ങനെയാണല്ലോ ഈ ചെമ്പ് വിവാദം വന്നു. ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ശ്രീകുമാർ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഈ വിവാദത്തിലേക്ക് വരുമ്പോൾ ഇതിൽ കലാമണ്ഡലം ഗോപി ആശാന്റെ മകനെ ഇക്കാര്യത്തിൽ ഉപയോഗപ്പെടുത്തുകയാണോ ചെയ്തത്? ഇപ്പോൾ ഗോപി ആശാൻ പറഞ്ഞതുകൊണ്ട് ഗോപി ആശാന്റെ മകൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. അത് ഗോപി ആശാനെ നമുക്ക് മുഖവിലേക്ക് എടുക്കാം. പക്ഷെ അതിനു മുൻപ് ഒരു ഓപ്പറേഷൻ അവിടെ നടന്നിട്ടില്ലേ? അതുടൻ തന്നെ സൈബർ പോരാളികളെ ഏറ്റെടുക്കുകയായിരുന്നുവല്ലോ. അല്ല, അത് സ്വാഭാവികമായിട്ട് നമുക്ക് സംശയിക്കാവുന്ന ഒരു കാര്യം അതിലെന്താണെന്ന് വെച്ചാൽ, ഇവിടെ നോക്കൂ, ഗോപി ആശാൻ പറയുന്നത് അദ്ദേഹത്തിന് വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധം ശ്രീ സുരേഷ് ഗോപിയുമായിട്ടുണ്ട്. അത് വളരെ അടുത്ത ബന്ധമാണ്. ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിക്കാൻ ഉൾപ്പെടെയുള്ള ബന്ധമുണ്ട്. അത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് വളരെ മുമ്പേ ഉള്ളതാണ്. അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധം, ആത്മബന്ധമുള്ള രണ്ടാൾക്കാരാണ്. അപ്പോൾ ആ ഒരു ബന്ധത്തിനെ പറ്റിയിട്ട്, അതിൻ്റെ ഒരു ഊഷ്മളതയെ പറ്റിയിട്ടൊക്കെ തീർച്ചയായിട്ടും ഇരുവരുടെയും കുടുംബാംഗങ്ങൾക്കും അറിവുണ്ടാകുന്നതാവും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഡോക്ടർ വിളിച്ചിട്ട് പത്മഭൂഷൺ തരപ്പെടുത്താം, സുരേഷ് ഗോപിയെ നിങ്ങൾ ആശീർവദിക്കണമെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഇത്ര ആത്മബന്ധമുള്ള ഒരാൾ വിളിച്ച് ചോദിക്കണ്ടേ? ഞാൻ പറയുന്നത്, എന്തൊക്കെ കാരണത്താൽ സുരേഷ് ഗോപി അങ്ങോട്ട് വിളിക്കണമെന്ന് ഗോപി ആശാൻ പറഞ്ഞോ, അതേ കാരണത്താൽ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ മകനോ സുരേഷ് ഗോപിയെ വിളിച്ചിട്ട് ഇത് ചോദിക്കാം, നിങ്ങൾ ഇങ്ങനെ ആളെ വിട്ടോ, എന്താണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് ചോദിക്കാം. അതിനു പകരം ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇത്ര ആത്മാർത്ഥമായിട്ടുള്ള ബന്ധമുള്ള ഒരാളിനെ പറ്റി ഫേസ്ബുക്കിൽ ഒരു പബ്ലിക്കായിട്ടുള്ള പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നീട് ആ പോസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ നോക്കൂ. ആ ഗോപി അല്ല ഈ ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് മലയാളം അറിയാവുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്ര മോശമായ രീതിയിൽ അത് പറയുകയും പിന്നീട് തനിക്ക് തന്നെ അതിൽ കൺവിക്ഷൻ ഇല്ലാത്തതുപോലെ അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെയാണോ ആത്മാർത്ഥമായിട്ടുള്ള ബന്ധമുള്ള ഒരാളിനെ നിങ്ങൾ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്? ഒപ്പം തന്നെ അദ്ദേഹത്തിനോട് നിങ്ങൾ തന്നെ മുൻപ് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നിപ്പോൾ പരസ്യമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, ഗോപി ആശാനാണ്. പണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ വിചാരിച്ചാൽ എനിക്ക് ഒരു പത്മ അവാർഡ് തരപ്പെടുത്താൻ പറ്റുമോ? എനിക്കതിന് സാധിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് ഞാൻ ചോദിച്ചിട്ടുമില്ല, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുമില്ല. അതെപ്പോഴാണ്? സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രവേശത്തിന് മുമ്പാണ്. സുരേഷ് ഗോപി അതിനുശേഷം ചുരുങ്ങിയത് 2 തെരഞ്ഞെടുപ്പുകളിലെങ്കിലും മത്സരിച്ചല്ലോ. അപ്പോൾ ദീർഘകാലം മുമ്പ് ഇദ്ദേഹം അങ്ങോട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അന്ന് സുരേഷ് ഗോപി അത് തനിക്ക് വിചാരിച്ചാൽ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇങ്ങനെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുന്ന ഒരാളിനെ പറ്റി ആ ഗോപിയല്ല ഈ ഗോപി എന്നൊരാൾ പറഞ്ഞു പോസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം നിഷ്കളങ്കമാണെന്ന് കരുതാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് വിമർശിക്കപ്പെടുന്നത്.
ആ കൺവിക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്യപ്പെടുന്നത്. ആ ഡിലീറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷവും ഗോപി ആശാൻ പറയുന്ന ന്യായം പോലും ഈ പറഞ്ഞതുപോലെ എന്നോട് വന്ന് വിളിച്ച് ചോദിക്കാം എന്നുള്ളതിന് പകരം മകനോട് പറയാമല്ലോ, എടാ മോനെ നീ ഈ പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ച് ചോദിക്കാം. അതിനുശേഷം അതല്ല എങ്കിൽ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇത് വിവാദമാകുന്ന സമയത്ത് അദ്ദേഹത്തിനൊന്ന് വിളിക്കാം, വിളിച്ചിട്ടില്ല. അപ്പോൾ എന്ന് പറയുമ്പോഴാണ് ഇതിൽ ഈ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണത്തിൻ്റെ ഒരു ഭാഗം അതിലുണ്ടാകുന്നത്. അപ്പോൾ അത് വളരെ സുവ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും അരിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗോതമ്പോ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നമുക്കിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പാകതയും പക്വതയും എല്ലാം നമുക്ക് എല്ലാവർക്കുമുണ്ട്. അത് ശ്രീകുമാറിനുമുണ്ട്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റെല്ലാവർക്കുമുണ്ട്. അതില്ല എങ്കിൽ നമ്മളവിടെ വെറും കോമൺ സെൻസ് പോലും ഇല്ല എന്ന് നമ്മൾ അഭിനയിക്കുകയാണ്. അത് ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ശ്രീ അനിൽ അക്കര, അദ്ദേഹത്തിന്റെ കാര്യം ഈ ചർച്ചയ്ക്കിടെ വന്നതുകൊണ്ടാണ്. ശ്രീ അനിൽ അക്കര, താങ്കളുടെ കാര്യവും ഈ ചർച്ചയ്ക്കിടെ പറഞ്ഞു പോയിരുന്നു, അതുകൊണ്ടാണ് ശ്രീജിത്ത് പണിക്കർ അക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. താങ്കൾ നേരത്തെ ഈ ചെമ്പ് വിവാദം വന്നുവല്ലോ, സുരേഷ് ഗോപി ലൂർദ് മാതാവിന് കൊടുത്ത കിരീടത്തിൽ ചെമ്പാണ് എന്നതിനെക്കുറിച്ചുള്ള പരിശോധനയുടെ കാര്യം. അപ്പോൾ താങ്കൾ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. പിന്നെ ഇത് വലിയ പ്രചാരണത്തിലേക്ക് വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇവിടെ എൻ ശ്രീകുമാറും പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ രണ്ടാമത്തെ വിവാദം വന്നുവല്ലോ, ഏറ്റവും ഒടുവിലത്തെ കലാമണ്ഡലം ഗോപിയുമായി ബന്ധപ്പെട്ടുള്ള അക്കാര്യത്തിൽ പക്ഷേ വീക്ഷണമൊന്നും ആ വാർത്തയെ നൽകാൻ തയ്യാറായിരുന്നില്ല. ഫ്രണ്ട് പേജിൽ ആ വാർത്തയെ അച്ചടിച്ചില്ല, പക്ഷേ ദേശാഭിമാനി മറിച്ചായിരുന്നു എന്ന്. അപ്പോൾ കോൺഗ്രസ് അതിൻ്റെ ഒരു ഭാഗഭാക്കയല്ല, കോൺഗ്രസ് അല്ല ഈ വിവാദം കൊണ്ടുവന്നത് എന്ന്. അപ്പോൾ ഇവിടെ എതിർ ചോദ്യം ഉയർന്നിരുന്നു, VT ബലറാമിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ അത് ഏറ്റുപിടിച്ചല്ലോ എന്ന്. അപ്പോൾ ഇത് ഒരു പ്ലോട്ട് ചമയ്ക്കുകയായിരുന്നോ സുരേഷ് ഗോപിക്കെതിരെ? അല്ല, ഇതിനകത്ത് വ്യക്തിപരമായി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല. ഈ ലൂർദ് മാതാവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, അത് അദ്ദേഹം തന്നെ ക്ലിയർ ചെയ്തല്ലോ. അദ്ദേഹത്തിന് അത് കൃത്യമായി സ്വർണ്ണമല്ല എന്ന രീതിയിൽ പറഞ്ഞു, ജയിക്കുകയാണെങ്കിൽ സ്വർണ്ണ കിരീടം കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ ക്ലിയർ ചെയ്തു. ആ വിവാദത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇവിടെ പിന്നെ ഗോപിയാശാനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമുക്ക് അദ്ദേഹം ഏത് മണ്ഡലത്തിലാണ് എന്നൊരു ധാരണയുണ്ടായിരുന്നെങ്കിൽ ഈ വിവാദമേ ഉണ്ടാകുമായിരുന്നില്ല. ഗോപിയാശാൻ എന്ന് പറയുന്നത് കൈപ്പറമ്പ് പഞ്ചായത്തിലെ മുണ്ടൂരിൽ താമസിക്കുന്ന കേരളം ആദരിക്കുന്ന ഒരു കലാകാരനാണ്. വടക്കാഞ്ചേരി അസംബ്ലി മണ്ഡലത്തിൽപ്പെട്ട ആളാണ്. എന്ന് വെച്ചാൽ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിനകത്താണ്. ഇപ്പൊ സുരേഷ് ഗോപിയെ പോലുള്ള ആൾക്ക് പിന്നെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലമല്ല, ആലത്തൂർ അസംബ്ലി പാർലമെന്റ് മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ കാണുന്നതിന് യാതൊരു തടസ്സവും അതിനകത്തില്ല. അപ്പൊ അത് ഞങ്ങൾ ഇതിനകത്ത് അങ്ങനെ ഒരു സീരിയസ് ചർച്ചയിലേക്ക് പോകാതിരുന്നത്, പിന്നെ ഗോപിയാശാൻ തന്നെ ഇത് കൃത്യമാക്കി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മകൻ ഒരു ആരോപണം ഉന്നയിച്ചു. ഞങ്ങളൊക്കെ ഫേസ്ബുക്കിൽ അതുമായി ബന്ധപ്പെട്ട് ചില പോസ്റ്റുകൾ ഇട്ടതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ അത് പിൻവലിച്ച ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടായി. ഗോപിയാശൻ തന്നെ അത് കൃത്യമാക്കി പറഞ്ഞു, സുരേഷ് ഗോപിക്ക് വരാം, പക്ഷെ അത് പത്മഭൂഷണും മറ്റ് പിന്നെ മോഹനസുന്ദര വാഗ്ദാനങ്ങളുമായി വരേണ്ടതില്ല എന്ന് പറഞ്ഞു കൂടിയിട്ട് ആ വിവാദം അവിടെ തീർന്നു. അതുകൊണ്ടാണ് ഞങ്ങളൊന്നും അതിനെ വലിയ ഗൗരവത്തിൽ എടുക്കാതെ. പിന്നെ ഒന്നാമത് ഇപ്പൊ ഇനി സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ പാർലമെന്റിനകത്ത് വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം തന്നെ ഒരു കോമാളിയായി മാറി 3ാം സ്ഥാനത്തേക്ക് ആയി എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് തന്നെയുണ്ട്. പിന്നെ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും പുറത്തുവിടുന്നതും ഒക്കെ BJPക്കാർ തന്നെയാണ്. അവനിശ്ശേരി പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പാണ് ആ പള്ളിയിലെ അച്ഛൻ മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിവാദം പറഞ്ഞത്. ഞങ്ങളതൊരു വലിയ വർഗീയ വിവാദത്തിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. ചിന്നത് വലിയ വിവാദമായി. അത് BJPക്കാർ തന്നെ കൊടുത്താണ്. അങ്ങനെ ഈ സുരേഷ് ഗോപിക്ക് ഈ എല്ലാ പണിയും പണിയുന്നത് BJPക്കാരാണ്. അപ്പോൾ ഈ കലാമണ്ഡലം ഗോപിയാശാനുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലോ അതിലും BJPക്ക് പങ്കുണ്ടോ? അല്ല, അത് സ്വാഭാവികല്ലേ. ഒരു ആളെ വിളിച്ചിട്ട് പത്മശ്രീ പത്മഭൂഷൺ കൊടുക്കാം എന്നൊക്കെ കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും പറയുമോ? അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സുരേന്ദ്രൻ വന്നിട്ട് ഇവിടെ വന്ന് വടകരയും തൃശ്ശൂരും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജയിക്കില്ല എന്ന് എന്തുറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അത് ഞങ്ങളെ പ്രകോപിതരൊക്കെയാണ്, ഞങ്ങളെ മാശി കൂട്ടുകയാണ്. എന്തെങ്കിലും കുറവ് ഞങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ അത് സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താൻ BJPക്കാർ തന്നെ ഇറങ്ങി. ഞങ്ങളുടെ ആവശ്യം അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, താങ്കൾ ഒന്ന് ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീജിത്ത് പണിക്കർ, ഇതാണ് ശ്രീ അനിൽ അക്കരയുടെ വാദം. അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പരാമർശം വന്നതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ വിളിച്ചത്. തീർച്ചയായും അത് നന്നായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നോക്കൂ, ശ്രീ അനിൽ അക്കര ഇവിടെ വളരെ വീറോടും വാശിയോടും കൂടി ഈ ലൂർദ് മാതാവിന് സമർപ്പിക്കപ്പെട്ട കിരീടവുമായി ബന്ധപ്പെട്ട ഒരു സീരീസ് ഓഫ് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടയാളാണ്. എന്നിട്ടിപ്പോൾ ആ ചോദ്യം അദ്ദേഹത്തിന് നേരെ വരുന്ന സമയത്ത് അദ്ദേഹം എത്ര തന്ത്രപരമായിട്ടാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. വ്യക്തിപരമായിട്ട് സുരേഷ് ഗോപിയെ യാതൊരു വിധത്തിലും ആക്രമിക്കാനായിട്ട് ഞങ്ങൾ നോക്കുന്നില്ല. ആ വിവാദം അവസാനിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ആ വിവാദം അവസാനിക്കുന്നത്? വ്യക്തിപരമായിട്ട് ആക്രമിച്ചല്ല എങ്കിൽ സുരേഷ് ഗോപി ഇനി തൃശ്ശൂരിൽ ഇറങ്ങുന്ന സമയത്ത് മുട്ടിലിഴഞ്ഞു പോയതിന് ശേഷം ലൂർദ് മാതാവിൻ്റെ മുന്നിൽ പോയി അവിടെ മാപ്പ് പറയണം. കാരണം ഏറ്റവും വലിയ തട്ടിപ്പാണ്
ഈ മനുഷ്യൻ ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഒരു പൊതുപ്രവർത്തകന് മുൻപ് ഒരു MLA ആയിരുന്ന വളരെ അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീ അനിൽ അക്കര. അദ്ദേഹത്തിന്റെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട പോരാട്ടങ്ങളെല്ലാം ആദരിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. പക്ഷേ ഇത്രത്തോളം തരം താണ രീതിയിലത്തേക്ക് ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ച് അത് വ്യക്തിപരമായി അദ്ദേഹം ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്ന് സമർത്ഥിക്കാൻ അദ്ദേഹം ഇവിടെ ശ്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വ്യക്തിപരമായിട്ടൊന്നുമില്ല, ആ വിഷയം ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ല എങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയെങ്കിലും അദ്ദേഹം ചുരുങ്ങിയ പക്ഷം ചെയ്യേണ്ടതാണ്. അത് അദ്ദേഹം ചെയ്തിട്ടില്ല. ഇനി രണ്ട്, ഈ നമ്മൾ ഈ പറഞ്ഞത് വരുന്ന പോലെ ഈ കലാമണ്ഡലം ഗോപിയാശാനുമായി ബന്ധപ്പെട്ട വിഷയമാണ് എങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം പൂർണ്ണമായി ശരിയാണ്. മണ്ഡലത്തിലില്ലാത്ത ഒരാൾ ആശീർവദിച്ചാൽ അയാൾക്ക് പത്മഭൂഷൺ കൊടുക്കാമെന്നാണെങ്കിൽ അത് തന്നെയാണ് ഞാൻ ഈ ചർച്ചയുടെ ആദ്യ ഭാഗം പറഞ്ഞത്. സുരേഷ് ഗോപിയെ ആശീർവദിക്കാനായിട്ട് തൃശ്ശൂരിലുള്ള എത്രയോ ആൾക്കാരുണ്ടാകും. സുരേഷ് ഗോപി BJPയുടെ അല്ലെങ്കിൽ NDAയുടെ 543 സ്ഥാനാർത്ഥികളിൽ ഒരാൾ മാത്രമാണ്. മറ്റുള്ള എല്ലാ ആൾക്കാരെയും ഇതേപോലെ ആശീർവദിക്കണ്ടേ? എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഇവിടെ പത്മഭൂഷണോ പത്മ അവാർഡുകളോ ഇരിക്കുകയാണോ? അപ്പോൾ ഇത് ഒരു കാര്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ഇവിടെ ഗോപിയാശാൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അങ്ങോട്ടാണ് മുമ്പ് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി ഗോപിയാശാനെ കുറ്റം പറയുമോ? സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ പോലും ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹം നാഷണൽ അവാർഡ് വിന്നറാണല്ലോ. അങ്ങനെയുള്ള ഒരാളിനെ അദ്ദേഹത്തിന്റെ സ്വാധീന ശക്തി ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് സ്വന്തമായിട്ടൊരു പത്മം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു എന്ന രീതിയിലത്തേക്ക് പറഞ്ഞ് ഈ ആൾക്കാരെല്ലാവരും തന്നെ ഇനി ഗോപിയാശാനെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുമോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഇദ്ദേഹം കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത കാര്യങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ വിവാദത്തിന് പോകുന്നതിന് പകരം BJPയുടെ പൊളിറ്റിക്സിനെ എതിർക്കൂ. നല്ല കാര്യം. കേരളത്തിലെ BJP എതിർക്കൂ, കേന്ദ്രത്തിലെ BJP എതിർക്കൂ, അവരുടെ പോളിസീസിനെ എതിർക്കൂ, നിങ്ങളുടെ പോളിസീസ് പറയൂ. അങ്ങനെ വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെത്തേണ്ടതല്ലേ? അല്ല, അതിനകത്ത് എനിക്ക് തന്ന സർട്ടിഫിക്കറ്റിനൊന്നും എനിക്ക് തന്ന പിന്തുണയൊന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. ഞാൻ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ കൃത്യമായൊരു പോസ്റ്റ് ഞാനൊരു വിഷയം എടുത്താൽ അറിയാലോ മഞ്ജുഷ്, ഞാനൊരു വിഷയം എടുത്താൽ അത് ഫിനിഷ് ചെയ്തു പോകുന്ന ഒരാളാണ്. ഞാൻ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിരന്തരമായി സുരേഷ് ഗോപിയുടെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. നിങ്ങൾ എന്തിനാണ് അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടത്? അപ്പോൾ കുറെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു അത് മിമിക്രി ആർട്ടിസ്റ്റുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഞാൻ പിന്നീട് ഒരു തെളിവ് ഹാജരാക്കി. സുരേഷ് ഗോപി ഹൈറിച്ചിന്റെ ലീഡേഴ്സിനെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. ആ ആദരിക്കാൻ വേണ്ടി അവരെ അതിനു വേണ്ടിയുള്ള പണം വാങ്ങിയിട്ടാണ് ആദരിക്കൽ നടന്നത്. അതിന്റെ തെളിവ് ഞാൻ പുറത്തുവിട്ടാണ്. സുരേഷ് ഗോപി അതുമായി ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞില്ല. ഓക്കെ, തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് സ്വാഭാവികമായി ഞാനൊക്കെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന ആളാണ്, വിവാദങ്ങളിലേക്ക് പോകണ്ട എന്ന് ധരിച്ചു. ഞാൻ ഹൈറിച്ച് ഫോളോ ചെയ്യില്ല. കാരണം അത് ED അന്വേഷിക്കുന്ന വിഷയമാണ്. 300 ചില്ലാനം പ്രതികൾ ആ കേസിനകത്തായ ഒരു വിഷയമാണ്. പക്ഷെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഞാൻ ഈ പറയുന്ന കിരീട വിവാദവുമായി ബന്ധപ്പെട്ട് എന്റെ ആർഗ്യുമെന്റ് വളരെ കറക്റ്റാണ്. അത് ഞാൻ പറഞ്ഞല്ലോ കൃത്യമായി. സുരേഷ് ഗോപി മറുപടി പറയണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ത്രാണിക്കനുസരിച്ച് എന്റെ മറുപടി പറയുമെന്ന് പറഞ്ഞു. പിന്നെ പള്ളി കമ്മിറ്റി ചേർന്ന് അതിനൊരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അതിന്റെ അളവും തൂക്കവും ഒക്കെ പറയാൻ. ഇനി ഞാൻ അതിൽ മറിച്ച് എന്ത് കാര്യമാണ് ഞാൻ പറയേണ്ടത്? സുരേഷ് ഗോപി പറഞ്ഞല്ലോ അത് സ്വർണമല്ല, ഞാൻ സ്വർണം കൊടുക്കുന്നത് ഇനി ജയിച്ചതിന് ശേഷം മാത്രമാണ്. ഇപ്പൊ ഞാൻ എന്റെ ത്രാണിക്കനുസരിച്ചാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ പിന്നെ ആ വിഷയം അവിടെ കഴിഞ്ഞല്ലോ. പിന്നെ ഞാൻ എന്തിനാ അത് ഫോളോ ചെയ്യണം? അങ്ങനെ പറഞ്ഞോ? അല്ല, കൃത്യമായി പറഞ്ഞല്ലോ. എന്റെ ത്രാണിക്കനുസരിച്ച് ഞാൻ എടുത്ത് കൊടുത്തു. ഞാൻ സ്വർണ്ണമല്ല കൊടുത്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞോ? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അത് സ്വർണ്ണമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് താങ്കൾ ഇപ്പോ പറഞ്ഞത്. അല്ല, ഞാനിപ്പോ പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മയില്ല. സ്വർണ്ണമല്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞു എന്റെ ത്രാണിക്കനുസരിച്ചാണ് ഞാൻ അത് കൊടുത്തത്. 65 ഗ്രാം താങ്കൾ ഞാനല്ലാന്ന് പറഞ്ഞല്ലോ. സ്വർണ്ണമല്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ഇതാണ്. ഞാനാണ് പറഞ്ഞത് സ്വർണ്ണമല്ല. സുരേഷ് ഗോപി പറഞ്ഞു എന്നല്ല പറഞ്ഞത്. ശരി, നന്ദി ശ്രീ അനിലക്കര, ശ്രീ N ശ്രീകുമാർ, ശ്രീ പണിക്കർ പോയിന്റ് ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഒപ്പം ശ്രീ ഫക്രുദ്ദീൻ അലി. ഇന്നത്തെ പോയിന്റ് ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: തൃശൂർ പ്രചാരണത്തിലെ വിവാദങ്ങളിൽ നേട്ടം സുരേഷ് ഗോപിക്കോ? സുരേഷ് ഗോപിക്കാണെന്ന് 62%, അല്ല എന്ന് 35%. പോയിന്റ് ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കുഞ്ഞും മരിച്ചത് തമിഴ്നാട്